ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ മാത്സിലെ 4th ചാപ്റ്ററാണ്. അരിത്തമെറ്റിക് ഓഫ് പാർട്സ് എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. ഇതിൽ ഫ്രാക്ഷൻസിനെ കുറിച്ചൊക്കെയാണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ മലയാളം മീഡിയം ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഭാഗക്കണക്കുകൾ എന്നുള്ള പാഠം. അതിൻ്റെ ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, STD6 ഓൾ സബ്ജക്ട്സ് ന്യൂ സിലബസ് എന്നുള്ള പ്ലേലിസ്റ്റോ അല്ലെങ്കിൽ STD6 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റോ എടുത്ത് നോക്കുക. അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ജോയിനിങ് പാർട്സ്. ഇഫ് എ സർക്കിൾ ഈസ് ഡിവൈഡഡ് ഇൻ ടു 4 ഈക്വൽ പാർട്സ് ആൻഡ് 2 ഓഫ് ദീസ് ആർ ജോയിൻ ടുഗെദർ വി ഗെറ്റ് ഹാഫ് എ സർക്കിൾ. ഒരു സർക്കിൾ അത് വരച്ച് അതിന് നമ്മൾ ഈക്വൽ ആയിട്ടുള്ള 4 പാർട്സ് ആക്കി അതിലെ 2 പാർട്സ് എടുക്കുകയാണെങ്കിൽ നമുക്കിതാ താഴെ തന്നിരിക്കുന്ന ചിത്രം പോലെ ആയിരിക്കും കിട്ടുക. ദസ് എ ക്വാർട്ടർ സർക്കിൾ ജോയിൻഡ് ടു എ ക്വാർട്ടർ സർക്കിൾ മേക്സ് ഹാഫ് എ സർക്കിൾ. അതുകൊണ്ടൊരു കാൽഭാഗം, ക്വാർട്ടർ എന്ന് വെച്ചാൽ കാൽ, ഒരു പൂർണ്ണവൃത്തത്തിൻ്റെ കാൽഭാഗവും വീണ്ടും ഒരു കാൽഭാഗവും, 2 കാൽഭാഗങ്ങൾ അല്ലെങ്കിൽ 2 ക്വാർട്ടർ എടുത്താൽ ഹാഫ് ആവും എന്ന് നമുക്ക് പറയാം. കണ്ടോ, 2 ക്വാർട്ടർ എടുത്തപ്പോൾ സർക്കിളിൻ്റെ പകുതിയാണ് നമുക്ക് കിട്ടിയത്. ദാറ്റ് ഈസ് 2 quarters മേക്ക് എ ഹാഫ്. വി ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്: 1/4 + 1/4 = 1/2. ക്വാർട്ടർ എന്ന് വെച്ചാൽ 1/4 ആണ്, അതായത് 4 പാർട്സ് ആക്കിയതിൽ 1 പാർട്ട്. സോ അങ്ങനെയുള്ള 2 ഈക്വൽ പാർട്സ് ആഡ് ചെയ്താൽ നമുക്ക് 1/2 ആണ് കിട്ടുന്നത്. നൗ ഡ്രോ എ സർക്കിൾ ആൻഡ് ഡിവൈഡ് ഇറ്റ് ഇൻ ടു 6 ഈക്വൽ പാർട്സ്. കളർ 1 പാർട്ട്. ഇനി ഒരു സർക്കിളിനെ 6 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് അതിൽ ഒരു പാർട്ടിനെ കളർ കൊടുക്കുക. നൗ കളർ 1 മോർ പാർട്ട്. ശേഷം ഒരു പാർട്ടിന് കൂടെ കളർ കൊടുക്കുക. ആദ്യത്തേത് 1/6 ആണ്, രണ്ടാമത്തേത് 2/6 ആണ് കേട്ടോ. നൗ 2/6 ഓഫ് ദ സർക്കിൾ ഈസ് കളേർഡ്. 2/6 അനദർ ഫോം ഓഫ് 1/3 isn't it? ഈ 2/6 എന്ന് വെച്ചാൽ നമ്മൾ ഒരു സർക്കിളിനെ 3 ഈക്വൽ പാർട്സ് ആക്കിയതിൽ ഒരു പാർട്ടിന് തുല്യമാണ്. ചിത്രം കണ്ടോ മക്കളെ, 6 ഈക്വൽ പാർട്സ് ആക്കിയതിൽ 2 പാർട്സും 3 ഈക്വൽ പാർട്സ് ആക്കിയതിൽ ഒരു പാർട്ടും എന്താണ്, ഈക്വൽ ആണ് അല്ലേ? വി ക്യാൻ റൈറ്റ് ദിസ് ഓൾസോ ആസ് എ സം. എങ്ങനെ അത് സമ്മാക്കിയിട്ട് എഴുതാം? 1/6 + 1/6 = 2/6 ഓർ ഈക്വൽ ടു 2/6നെ നമ്മൾ ചെറുതാക്കി എഴുതുന്നു 1/3. Suppose a circle is divided into 8 equal parts and 2 of them are joined together. Can you mentally calculate what fraction of the circle we have now? ഇനി ഒരു സർക്കിൾ എടുത്ത് അതിനെ 8 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് അതിൽ 2 പാർട്ട് എടുത്താൽ നമുക്ക് സർക്കിളിൻ്റെ എത്ര ഭാഗം കിട്ടുമെന്ന് നിങ്ങൾക്ക് മെൻ്റലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? സിമ്പിളാണല്ലേ. 2 of 8 ഈക്വൽ പാർട്സ് എന്ന് വെച്ചാൽ 2/8 എന്നാണ് ആൻസർ. 2/8നെ നമുക്ക് എങ്ങനെ ചെയ്യാം മക്കളെ? 1/4 × 2 ആണല്ലേ. 1 × 2/4 × 2, അതായത് 1/4 ആണ്. അതായത് ഒരു സർക്കിളിനെ 8 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് അതിൽ 2 പാർട്സ് എടുക്കുന്നതും ഒരു സർക്കിളിനെ 4 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് അതിൽ ഒരു പാർട്ട് എടുക്കുന്നതും എന്താണ്? തുല്യമാണ്. So we have 1/8 + 1/8 = 2/8, which is equal to 1/4. 2/8നെ ചെറുതാക്കിയതാണ് 1/4. വി ക്യാൻ ഓൾസോ ഷോ ദിസ് ബൈ ഡ്രോയിങ് സർക്കിൾസ് ആൻഡ് കളറിംഗ് പാർട്സ്. ഇത് നമുക്ക് സർക്കിൾ വരച്ച് അതിനെ കളർ ചെയ്തിട്ടും ചെയ്യാം. നോക്കൂ, ആദ്യത്തേതിൽ ഒരു സർക്കിളിനെ 8 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് അതിൽ 2 ഭാഗം എടുത്തു. രണ്ടാമത്തേത് 4 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് അതിലൊരു പാർട്ട് എടുത്തു. രണ്ടും സെയിം അല്ലേ? ഇഫ് വി ജോയിൻ 1/8 ഓഫ് ദ സർക്കിൾ ആൻഡ് 3/8 ഓഫ് ദ സർക്കിൾ, വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സർക്കിൾ വുഡ് വി ഗെറ്റ്? ഇനി ഈ 1/8ഉം 3/8ഉം ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കൂ. വി ടുക്ക് 1 + 3 = 4 പാർട്സ് അല്ലേ? അപ്പോൾ ഒന്ന് 1/8 എടുത്തു, പിന്നെ ബാക്കി 3/8. അപ്പോൾ 1 പാർട്ടും 3 പാർട്ടും എടുത്താൽ എത്രയായി? 3/8 ആയി ടോട്ടൽ. അതായത് ഹാഫ് എ സർക്കിൾ കിട്ടും. ആ സർക്കിളിൻ്റെ പകുതി നമുക്ക് കളർ ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് 4/8. സർക്കിളിനെ, ഹാഫ് എ സർക്കിളിനെ നമുക്ക് 4/8 എന്ന് പറയാം. വി ക്യാൻ റെഡ്യൂസ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് ദിസ്. ഇതിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് 1/2 എന്ന് വരും. അതായത് 1/8 + 3/8. 1/8ഉം 3/8ഉം എങ്ങനെ ആഡ് ചെയ്യാം? ന്യൂമറേറ്റർ രണ്ടും ആഡ് ചെയ്ത് നോക്കുക. ഓക്കെ, 1 + 3 = 4/8 എന്നാണ് വരുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 1/2. ഡ്രോ പിക്ചേഴ്സ് ഓഫ് സർക്കിൾസ് വിത്ത് കളേർഡ് പാർട്സ് ടു ഷോ ദിസ്. ഇതിൻ്റെ പിക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിളാണ്, ഞാൻ പറഞ്ഞു തരാം. മക്കൾ വരയ്ക്കുക. ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക, അതിനെ 8 ഈക്വൽ പാർട്സ് ആക്കുക. അതിലൊരു പാർട്ടിന് ഒരു ഗ്രീനോ യെല്ലോയോ ഏതെങ്കിലും ഒരു കളർ കൊടുക്കുക. പിന്നെ 3 പാർട്സിന് വേറെ ഏതെങ്കിലും ഒരു കളർ കൊടുക്കുക. സോ 3ഉം 1ഉം ആഡ് ചെയ്താൽ 4 പാർട്സ് ആവും കേട്ടോ. ടേക്ക് എ ലോങ് വൈറ്റ് റിബൺ ആൻഡ് മാർക്ക് 9 ഈക്വൽ പാർട്സ്. ഇനി ഒരു വൈറ്റ് റിബൺ എടുക്കുക, അതിൽ ഈക്വൽ ആയിട്ടുള്ള 9 പാർട്സ് ആക്കി മാറ്റുക. കളർ 2 പാർട്സ്, അതിൽ 2 പാർട്ടിന് കളർ ചെയ്യുക, പിന്നെ 4 മോർ 4 പാർട്സിന് കൂടെ കളർ ചെയ്യുക. അതായത് ഇപ്പോൾ ടോട്ടൽ 6/9 ആയല്ലേ. 9 പാർട്സിൽ നമ്മൾ 6 പാർട്സ് കളർ ചെയ്തു. നൗ 2 + 4 = 6 പാർട്സ് ആർ കളേർഡ്. വി ക്യാൻ സേ ദിസ് ഇൻ അനദർ വേ. ഫസ്റ്റ് വി കളേർഡ് 2/9 ഓഫ് ദ റിബൺ ആൻഡ് ദെൻ കളേർഡ് 4/9 ഓഫ് ഇറ്റ്.
ഓൾ ടുഗെദർ 6/9 ഓഫ് ദ റിബൺ. അതായത് ആദ്യം നമ്മൾ 2/9 ചെയ്തു, അതാണ് സം ഓഫ് ഫ്രാക്ഷൻ ആയിട്ട് നമ്മൾ എഴുതുന്നത് കേട്ടോ. 2/9 പ്ലസ് പിന്നെ നമ്മൾ 4/9 ചെയ്തു, അതായത് അതിലേക്ക് 4 പാർട്സ് കൂടെ ചെയ്തു. സോ 4/9 ടോട്ടൽ എത്രയായി? 6/9. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? 2 + 4 ആണ് ചെയ്യുന്നത്. 9 അതുപോലെ തന്നെ എഴുതുന്നു അല്ലേ. സോ ടോട്ടൽ 6/9 ആണ്. In this we can reduce 6/9 to the lowest terms. ഈ 6/9 ലോവസ്റ്റ് ടേമിലേക്ക് എഴുതുമ്പോൾ എന്ത് വരും മക്കളെ? 6നെയും 9നെയും 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. സോ 2/3 എന്നാണ് ആൻസർ വരുന്നത്. Thus we have 2/9 plus 4/9 equal to 6/9. അതിനെ ലോവസ്റ്റ് ടേമിലേക്ക് മാറ്റുമ്പോൾ 2/3. Now look at this picture. താഴെയുള്ള പിക്ചർ നോക്കൂ. ഇവിടെ എത്ര പാർട്സ് ആക്കിയിട്ടുണ്ട്? വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ റിബൺ ഈസ് കളേർഡ് റെഡ്? ടോട്ടൽ 8 പാർട്സ് ആക്കിയിട്ടുണ്ട് അല്ലേ. അതിൽ റെഡ് കളേർഡ് എത്ര പാർട്സ് ഉണ്ടെന്നാണ് ചോദ്യം. അതായത് 1/8 ആണ് ഉള്ളത്. ആൻഡ് ദ ഫ്രാക്ഷൻ കളേർഡ് ഗ്രീൻ. ഇനി ഗ്രീൻ പാർട്സ്, ഗ്രീൻ കളർ കൊടുത്തത് എത്രയെണ്ണം ഉണ്ട്? 1 2 3 4 5 ആണ്. സോ 5/8, അതായത് 8 പാർട്സ് ആക്കിയതിൽ 5 പാർട്സ് ആണ് ഗ്രീൻ കളർ. സോ 5/8. ആൻഡ് വാട്ട് ഫ്രാക്ഷൻ ഈസ് കളേർഡ് ഓൾ ടുഗെദർ? ടോട്ടൽ എത്രയുണ്ട്? 1/8 പ്ലസ് 5/8. നോക്കൂ, 6/8 ആണ് ടോട്ടൽ. വാട്ട് സം ഓഫ് ഫ്രാക്ഷൻ ഡു വി ഗെറ്റ് ഫ്രം ദിസ്? നമുക്ക് സം ഓഫ് ഫ്രാക്ഷൻ ആക്കിയിട്ട് എങ്ങനെ എഴുതാം മക്കളെ? 1/8 പ്ലസ് 5/8 ഈക്വൽ ടു 6/8. അങ്ങനെയാണ് കേട്ടോ സം ഓഫ് ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതുന്നത്. ഈ 6/8നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ലോവസ്റ്റ് ടേമിലേക്ക് മാറ്റാം. 6നെയും 8നെയും 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 3/4 എന്ന് വരും. അതാണ് നിങ്ങൾക്കിവിടെ തന്നിരിക്കുന്നത്. 1/8 പ്ലസ് 5/8 ഈക്വൽ ടു 6/8 വിച്ച് ഈസ് ഈക്വൽ ടു 3/4. കണ്ടോ? അതുതന്നെയാണ് നിങ്ങൾക്ക് അവിടെ ഒരു റിബണിൽ പിക്ചർ വരച്ചിട്ടും തന്നിരിക്കുന്നത് കേട്ടോ. ഇൻ ഈച്ച് ഓഫ് ദ പിക്ചേഴ്സ് ബിലോ റൈറ്റ് ദ പാർട്സ് ഓഫ് ഈച്ച് കളർ ആൻഡ് ദ ടോട്ടൽ കളേർഡ് പാർട്സ് ആസ് ഫ്രാക്ഷൻസ്. റൈറ്റ് ദ സം ഓഫ് ഫ്രാക്ഷൻസ് ഗോട്ട് ഫ്രം ഈച്ച് പിക്ചർ ഇൻ ലോവസ്റ്റ് ടേം. താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങളെ കളർ ചെയ്തിരിക്കുന്ന പാർട്ട് എത്രയാണെന്ന് ഫ്രാക്ഷനിൽ എഴുതുക. അതുപോലെ അതിൻ്റെ ടോട്ടലും എഴുതുക. പിന്നെ അതിനെ ലോവസ്റ്റ് ടേം ആക്കിയിട്ട് മാറ്റിയിട്ടും എഴുതുക. ആദ്യത്തേത് സർക്കിളാണ്. അതിൽ ബ്ലൂ കളറിൽ എത്രയുണ്ട്? ടോട്ടൽ 8 പാർട്സ് ആണുള്ളത്. അതിൽ ബ്ലൂ കളറുള്ളത് 3 പാർട്സ് ആണ്. സോ 3/8 ആണ് കേട്ടോ ആൻസർ. പിന്നെ ഗ്രീൻ കളറ് 1 പാർട്ടാണ്. സോ 1/8. ടോട്ടൽ എത്രയുണ്ട്? 4/8 ആണ്. അപ്പോൾ ഇതിനെ സം ഓഫ് ഫ്രാക്ഷൻ ആക്കിയിട്ട് എങ്ങനെ എഴുതാം? 3/8 പ്ലസ് 1/8 ഈക്വൽ ടു 4/8. 4/8നെ വേണമെങ്കിൽ ലോവസ്റ്റ് ടേമിലേക്ക് മാറ്റാം. 4നെയും 8നെയും 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. സോ 1/2 എന്നാണ് ആൻസർ വരുന്നത്. ഇനി അടുത്തത് നോക്കൂ മക്കളെ. ഒരു റിബണാണ്. അതിനെ ഈക്വലായ 10 പാർട്സ് ആക്കിയിട്ടുണ്ട്. അതിൽ യെല്ലോ കളർ ചെയ്തത് എത്രയുണ്ട്? ഒരു പാർട്ടുള്ളൂ അല്ലേ. സോ 1/10 പാർട്ടാണ്. ഓറഞ്ച് കളർ ചെയ്തത് 3 പാർട്സ് ഉണ്ട്. സോ 3/10 പാർട്ടാണ് ഓറഞ്ച് കളർ. ടോട്ടൽ എത്രയുണ്ട്? 4 ആണ് അല്ലേ. സോ 4/10 ആണ് ടോട്ടൽ പാർട്സ്. ഇതിനെ സം ഓഫ് ഫ്രാക്ഷൻ ആക്കിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? 1/10 പ്ലസ് 3/10 ഈക്വൽ ടു 4/10. 4/10നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ലോവസ്റ്റ് ടേമിലേക്ക് മാറ്റാം. 4നെയും 10നെയും 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. സോ 2/5 എന്ന് ആൻസർ വരും. അതാണ് അതിൻ്റെ ലോവസ്റ്റ് ടേം കേട്ടോ. ഇനി അടുത്ത പിക്ചർ നോക്കൂ. അതിന് ഈക്വൽ ആയിട്ടുള്ള 8 പാർട്സ് ആക്കിയിട്ടുണ്ട്. അതിൽ ഈ ലൈറ്റ് ഗ്രീൻ ഓറഞ്ച് കളറുള്ളത് 3 പാർട്സ് ആണ്. സോ 3/8 ആണ്. ഇനി ഡാർക്ക് നിറത്തിൽ കൊടുത്തിരിക്കുന്നത് നോക്കൂ. 1 2 3, അതും 3 പാർട്സ് ഉണ്ട്. അതായത് 3/8 ആണ്. ടോട്ടൽ 1 2 3 4 5 6 ആണ് അല്ലേ. അപ്പോൾ 6/8. അപ്പോൾ നമുക്കതിന് സം ഓഫ് ഫ്രാക്ഷൻ ആക്കിയിട്ട് എങ്ങനെ എഴുതാം? 3/8 പ്ലസ് 3/8 ഈക്വൽ ടു 6/8. അതിൻ്റെ ലോവസ്റ്റ് ടേമിലേക്ക് മാറ്റുമ്പോൾ 6നെയും 8നെയും 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 3/4 എന്ന് വരും. അടുത്ത പിക്ചർ നോക്കൂ. അടുത്ത പിക്ചറിൽ 16 പാർട്സ് ഉണ്ട് അല്ലേ. അതായത് ടോട്ടൽ 16 പാർട്സ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ യെല്ലോ കളറ് 5 ആണ്. അപ്പോൾ 5/16 ആണ്. ഗ്രീൻ കളർ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് 7 കോളംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 7/16. ടോട്ടൽ 12 കോളംസ് ചെയ്തിട്ടുണ്ട് ഷെയ്ഡ്. അപ്പോൾ 12/16 ആണ്. സം ഓഫ് ഫ്രാക്ഷൻ ആക്കിയിട്ട് നമുക്കിതിനെ എങ്ങനെ മാറ്റി എഴുതാം? 5/16 പ്ലസ് 7/16 ഈക്വൽ ടു 12/16. ഈ 12/16 നമുക്ക് ലോവസ്റ്റ് ടേമിലേക്ക് മാറ്റാം. 12നെയും 16നെയും നമുക്ക് 4 വെച്ച് ഡിവൈഡ് ചെയ്യാം അല്ലേ. 12ൽ 3 ടൈംസ് ആണ് 4, 16ൽ 4 ടൈംസ് ആണ് 4. സോ 3/4 ആണ് ഇതിൻ്റെ ലോവസ്റ്റ് ടേം എന്ന് പറയുന്നത് കേട്ടോ. അഡീഷൻ ഓഫ് ഫ്രാക്ഷൻസ്. ഇനി ഫ്രാക്ഷൻസിൻ്റെ അഡീഷൻ നമ്മളിപ്പോൾ കണ്ടല്ലോ, എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന്.
If a circle is cut into 4 equal pieces and 2 of them join together, we get half a circle. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു ഒരു സർക്കിളിനെ 4 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് അതിൽ 2 പാർട്സ് എടുത്താൽ നമുക്ക് ആ സർക്കിളിൻ്റെ ഹാഫ് കിട്ടും അല്ലേ. ബട്ട് ഇഫ് വൺ മോർ പീസ് ഈസ് ജോയിൻഡ് ടു ദിസ്, അതിലേക്ക് ഒരു പീസ് കൂടെ ആഡ് ചെയ്താലോ നമുക്ക് 3 ക്വാർട്ടേഴ്സ് കിട്ടും അല്ലേ, മുക്കാൽ ഭാഗം കിട്ടും. വി ഗെറ്റ് 3 ക്വാർട്ടേഴ്സ് ഓഫ് എ സർക്കിൾ. ദസ് ഹാഫ് ആൻഡ് എ ക്വാർട്ടർ മേക്ക് 3 ക്വാർട്ടേഴ്സ്. അതുകൊണ്ട് ഹാഫും അതായത് 1/2ഉം ക്വാർട്ടറും 1/4ഉം ആഡ് ചെയ്താൽ 3 ക്വാർട്ടേഴ്സ് ഓർ 3/4 ആണെന്ന് നമുക്ക് പറയാം. 1/2 plus 1/4 equal to 3/4. Now see this picture. A circle is divided into 6 equal pieces, one of which is colored red and 2 of them colored yellow. Total number of the pieces colored is 1 plus 2 equal to 3. How do we write this as a sum of fraction? Sum of fraction ആക്കിയിട്ട് എങ്ങനെ എഴുതാം മക്കളെ? ആ സർക്കിളിനെ 6 ഈക്വൽ പീസാണ് ആക്കിയിട്ടുള്ളത്. അതിൽ 2 പാർട്സ്, ഒരു പാർട്ട് ഓറഞ്ച് കളറാണ്, അതായത് 1/6 ആണ്. പിന്നെ 2 പാർട്സ് യെല്ലോ ആണ്, അതായത് 2/6. സോ 1/6 പ്ലസ് 2/6 ഈക്വൽ ടു ടോട്ടൽ 3 പാർട്സ് ആണ് കളർ ചെയ്തിരിക്കുന്നത്. 3/6 ആണ് ടോട്ടൽ വരുന്നത്. അതായത് നമ്മൾ മുകളിൽ എഴുതിയിരിക്കുന്ന ന്യൂമറേറ്റേഴ്സിനെ പരസ്പരം ആഡ് ചെയ്യുകയാണ്, ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ. അതെപ്പോഴും ശ്രദ്ധിക്കണം, ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിലാണ് നമ്മൾ ന്യൂമറേറ്റർ ആഡ് ചെയ്ത് അത് മുകളിൽ എഴുതി ഡിനോമിനേറ്റർ അത് തന്നെ എഴുതുന്നത് കേട്ടോ. In this, 2/6 and 3/6 can be reduced to their lowest terms. 2/6 equal to 1/3, 3/6 equal to 1/2. സോ വി ക്യാൻ റൈറ്റ് ദിസ് സം ആസ്, അപ്പോൾ നമുക്ക് ആദ്യത്തെ സം എങ്ങനെ എഴുതാം? 1/6 പ്ലസ് 2/6 പകരം 1/3 ഈക്വൽ ടു 3/6 പകരം 1/2. ഇനി വാട്ട് സം ഡു വി ഗെറ്റ് ഫ്രം ദ പിക്ചർ ബിലോ? താഴെ തന്നിരിക്കുന്ന ചിത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സം എന്താണ്? സം ഓഫ് ഫ്രാക്ഷൻ എങ്ങനെ എഴുതാം? അവിടെ നമുക്ക് ഒരു സർക്കിളിനെ 6 ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട്. അതിൽ ഒരു പാർട്ടിന് റെഡ് കളറും ബാക്കി 3 പാർട്സിന് യെല്ലോയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് റെഡ് കളർ ഉള്ളതിനെ 1/6 എന്ന് എഴുതാം, യെല്ലോയെ 3/6. 1/6 പ്ലസ് 3/6 ഈക്വൽ ടു ടോട്ടൽ 4/6. If we write 3/6 equal to 1/2 and 4/6 equal to 2/3 in lowest terms, then this sum can be written like this. നമ്മൾ 3/6നെ 1/2ഉം 4/6നെ 2/3ഉം ആക്കിയിട്ട് മാറ്റി എഴുതുകയാണെങ്കിൽ നമുക്ക് ആ സം എങ്ങനെ വരും? 1/6 പ്ലസ് 1/2, 3/6ന് പകരം 1/2 ഈക്വൽ ടു 4/6ന് പകരം 2/3. വാട്ട് അബൌട്ട് ദിസ് പിക്ചർ? രണ്ടാമത്തെ ചിത്രം നോക്കൂ. അവിടെ 6 ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട് സർക്കിളിനെ. അതിൽ 2 പാർട്ട് റെഡ് കളറും 3 പാർട്സ് യെല്ലോ കളറുമാണ്. സോ സമ്മ് നമുക്ക് എങ്ങനെ എഴുതാം? 2/6 പ്ലസ് 3/6 ഈക്വൽ ടു ടോട്ടൽ 5/6. ഇനി റെഡ്യൂസിങ് 2/6 ആൻഡ് 3/6 ടു ലോവസ്റ്റ് ടേം. 2/6നെയും 3/6നെയും ലോവസ്റ്റ് ടേമിലേക്ക് മാറ്റി എഴുതിയാൽ നമുക്ക് ആ സമ്മ് എങ്ങനെ എഴുതാം? 1/3 പ്ലസ് 1/2 ഈക്വൽ ടു 5/6. നൗ സീ ദീസ് പിക്ചർ. ഇനി താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. ആദ്യത്തേത് ഒരു സർക്കിളിനെ 4 ഈക്വൽ പാർട്സ് ആക്കിയതിൽ അരുതിൽ ഒരു പാർട്ട്, അതായത് 1/4. പിന്നെ രണ്ടാമത്തേത് 8 ഈക്വൽ പാർട്ടാക്കിയതിൽ 3 പാർട്സ്, അതായത് 3/8. മൂന്നാമത്തേത് 3 ഈക്വൽ പാർട്സ് ആക്കിയതിൽ ഒരെണ്ണം, അത് രണ്ടും കൂടിയാണ് കേട്ടോ തന്നിരിക്കുന്നത്. റെഡ് പാർട്ട് വരുന്നത് 1/3യും ഗ്രീൻ പാർട്ട് വരുന്നത് എന്താണ്, ഇപ്പം നമ്മൾ കണ്ടതുപോലെ 3/8 അല്ലേ, അതുപോലെയാണ് ആ മൂന്നാമത്തെ ചിത്രം തന്നിരിക്കുന്നത്. 1/4 of a circle and 3/8 of another circle of the same size are cut out and these pieces are put together. What fraction of the full circle is this? If the pieces are all alike, we need only count their numbers. What if we see the 1/4 of the circle as 2 1/8s joined together? അതായത് ആദ്യത്തെ സർക്കിളിൽ 1/4ഉം രണ്ടാമത്തെ സർക്കിളിൽ 3/8ഉം ആണ് അല്ലേ. അത് രണ്ടും കൂടെ ജോയിൻ ചെയ്തതാണ് മൂന്നാമത്തെ സർക്കിൾ. അപ്പോൾ നമുക്കിത് എല്ലാതും ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത് എന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ സിമ്പിളാണ്. നമുക്കതിനെ 2/3 എന്ന് പറഞ്ഞാൽ മതി അല്ലേ. സോ 2 plus 3 equal to 5 of 8 equal parts of the circle which makes 5/8. അപ്പോൾ ആദ്യത്തെ സർക്കിളിൻ്റെ ആദ്യത്തെ സർക്കിളിലെ 1/4 എന്നുള്ളത് നമുക്ക് 2/8 എന്ന് എഴുതി കൂടെ മക്കളെ. അതുകൊണ്ട് നമുക്ക് അതിനെ ടോട്ടൽ സമ്മാക്കിയിട്ട് നമുക്ക് 5/8 എന്ന് എഴുതാം. അതായത് 1/4 പ്ലസ് 3/8 ഈക്വൽ ടു 2/8 പ്ലസ് 3/8 ഈക്വൽ ടു 5/8. 1/4നെ നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തതാണ് രണ്ട് ഭാഗത്തും, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. അങ്ങനെയാണ് 2/8 വന്നിരിക്കുന്നത് കേട്ടോ. ലെറ്റ്സ് ലുക്ക് അറ്റ് അനദർ പ്രോബ്ലം. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2 ribbons of lengths 3/10 meters and 2/5 meters are joined end to end. What is the total length? 2 റിബണ്, അതിൽ ഒരെണ്ണം 3/10 meter ആണ്, അതായത് 10 ഈക്വൽ പാർട്സ് ആക്കിയതിൽ 3 പാർട്സ്
ഒരെണ്ണം 2/5 മീറ്റേഴ്സ്, അതായത് 5 ഈക്വൽ പാർട്സ് ആക്കിയതിൽ 2 പാർട്സ്. അത് രണ്ടും അറ്റത്തോടറ്റം ചേർത്ത് വെച്ചാൽ ടോട്ടൽ എത്ര ഉണ്ടാവും എന്നാണ് ചോദ്യം. സിമ്പിൾ അല്ല മക്കളെ, 3/10 + 2/5 ചെയ്ത് നോക്കിയാൽ മതി. അതാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ആദ്യത്തെ റിബൺ എന്ന് പറയുന്നത് നോക്കൂ, 10 ഈക്വൽ പാർട്സ് ആക്കിയതിൽ 3 പാർട്സ്, അതാണ് 3/10 മീറ്റർ. രണ്ടാമത്തെ റിബണ് 5 ഈക്വൽ പാർട്സ് ആക്കിയതിൽ 2 പാർട്സ്, അതാണ് 2/5 മീറ്റർ. ബോത്ത് ആർ പാർട്സ് ഓഫ് 1 മീറ്റർ, രണ്ടും എന്താണ്, ഒരു മീറ്ററിൽ നിന്ന് എടുത്ത ഭാഗങ്ങളാണല്ലേ. ബട്ട് വെൻ വി പുട്ട് ദം ടുഗെദർ ദേ ആർ നോട്ട് ഈക്വൽ പാർട്സ്. സോ ഹൗ ഡു വി റൈറ്റ് ഇറ്റ് ആസ് എ ഫ്രാക്ഷൻ ഓഫ് മീറ്റർ? We can look at 2/5 meter as 4 of 10 equal parts of a meter. ഇവിടെ നോക്കൂ മക്കളെ, പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ ഡിഫറൻസ് ആണല്ലേ. ഒരെണ്ണം 10 ആണ്, ഒരെണ്ണം 5 ആണ് ഡിനോമിനേറ്റർ വരുന്നത്. സോ നമ്മൾ ഡിനോമിനേറ്റർ ഈക്വൽ ആക്കിയാൽ നമുക്ക് സിമ്പിളാണ് ആഡ് ചെയ്യാൻ. ആ ന്യൂമറേറ്റേഴ്സ് മാത്രം ആഡ് ചെയ്ത് മതി. ദാറ്റ്സ് ദ ഫസ്റ്റ് റിബൺ ഈസ് 3 of 10 equal parts of a meter. And the second is 4 of 10 equal parts of a meter. Altogether 7 equal parts. പറഞ്ഞു ആദ്യത്തേത് 3 രണ്ടാമത്തേത് 2/5 നമ്മൾ എന്താക്കിയിട്ട് മാറ്റി, രണ്ട് വെച്ച് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തു, അങ്ങനെ 4/10 ആയി. സോ ആദ്യത്തേത് 3/10, രണ്ടാമത്തേത് 4/10. ഇവിടെ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയില്ലേ. ഇനി നമുക്ക് ആഡ് ചെയ്യാൻ സിമ്പിളാണ്. Thus the total length is 7/10 meter. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. 3/10 + 2/5. അതിൽ 2/5 നമ്മൾ 4/10 എന്ന് മാറ്റി എഴുതി. സോ 3/10 + 4/10 = 7/10. What if we joined 1/2 meter and 2/5 meter? ഇനി 1/2 മീറ്ററും 2/5 മീറ്ററും നമുക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? വാട്ട് ഡിഡ് വി സീ ഇൻ ഓൾ ദീസ് പ്രോബ്ലംസ്? എന്താ നമ്മളെല്ലാ പ്രോബ്ലംസിൽ കണ്ടത് എന്താണ്? രണ്ട് ഫ്രാക്ഷൻസിൻ്റെയും ഡിനോമിനേറ്റർ ആദ്യം സെയിം ആക്കണം അല്ലേ. So to find the sum of two fractional measures put together, we must see them as sets of the same equal pieces. In other words, we must convert both to forms with the same denominator. ഞാൻ പറഞ്ഞത് തന്നെയാണ്, ആദ്യം നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കാം. അതാണ് ഇവിടെ ഞാൻ ചെയ്ത് കാണിക്കാം. 1/2 + 2/5 ആണ് നമുക്ക് കാണേണ്ടത്. അതിൽ 1/2 നമ്മൾ 2/5 ഡിനോമിനേറ്റർ ആയിട്ടുള്ള 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക രണ്ട് ഭാഗത്തും. സോ 1 × 5 / 2 × 5 = 5/10 ആണ്. 2/5 നമ്മൾ 1/2 ഡിനോമിനേറ്റർ, മറ്റേ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ 2 ആണ്. സോ 2 വെച്ച് രണ്ട് ഭാഗത്തും മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 2/5 × 2 4/10 ആണ് വരുന്നത്. ഇപ്പോൾ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ ഈക്വൽ ആയില്ലേ. അപ്പോൾ നമുക്ക് 1/2 + 2/5 എന്ന് ഉള്ള പ്രോബ്ലം നമുക്ക് ചെയ്യാനായിട്ട് ഇനി 5/10 + 4/10 എന്ന് ചെയ്ത് നോക്കിയാൽ മതി. വിച്ച് ഈസ് ഈക്വൽ ടു 5 + 4 9/10 ആണ്. Now, for example, let's compute 1/4 + 2/5. First, we must change them into forms with the same denominator. In all the different forms of 1/4, the denominator is a multiple of 4. In all the different forms of 2/5, the denominator is a multiple of 5. So, the same denominator we want for both must be a multiple of 4 and 5. 4 × 5 = 20 is a multiple of both 4 and 5, isn't it? അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ള പ്രോബ്ലം 1/4 + 2/5 ആണ്. ഇവിടെ ആദ്യം നമ്മൾ ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആക്കണം. സോ 1/4നെ 2/5 ഡിനോമിനേറ്ററായ 5 വെച്ച് രണ്ട് ഭാഗത്തും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് 5/20 കിട്ടും. 2/5നെ 1/4 ഡിനോമിനേറ്ററായ 4 വെച്ച് രണ്ട് ഭാഗത്തും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് 8/20 കിട്ടും. ഇനി നമുക്ക് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. 1/4 + 2/5 = 1/4നെ 5/20 എന്നും 2/5നെ 8/20 എന്നും എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു 5 + 8/20 = 13/20. സിമ്പിളാണ് മക്കളെ, കാര്യമായിട്ടൊന്നുമില്ല. ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് വലുതെന്തോ ആണെന്ന് തോന്നും, പക്ഷേ സിമ്പിളാണ്. ഡിനോമിനേറ്റർ തുല്യമാക്കുക, അത് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. ലെറ്റ്സ് കാൽക്കുലേറ്റ്. അടുത്തതായിട്ട് 5/8 + 2/3 ആണ്. സോ ഇവിടെ 5/8നെ നമുക്ക് 2/3 ഡിനോമിനേറ്ററായ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 5/3 × 8 = 15/24. 2/3യെ നമുക്ക് 5/8 ഡിനോമിനേറ്ററായ 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 8 × 2/8 × 3 = 16/24. സോ 5/8 + 2/3 എന്നതിനെ നമുക്ക് 15/24 + 16/24 എന്ന് മാറ്റി എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു 31/24. ഇവിടെ 31/24നെ നമുക്ക് എന്താണ്, ഇതിൻ്റെ 24ൻ്റെ മൾട്ടിപ്പിളും ഡിവൈസറും ആക്കിയിട്ട് മാറ്റി എഴുതാം, റിമൈൻഡറും ആക്കിയിട്ട് മാറ്റി എഴുതാം. എങ്ങനെയാണ്? 31നെ 24 + 7 എന്ന് എഴുതാം. സോ 24/24 + 7/24 വിച്ച് ഈസ് ഈക്വൽ ടു 1 + 7/24. 1 7/24 ആണ് ഇതിനെ മാറ്റി എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് കേട്ടോ.
ഇനി നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളുമായിട്ട് ബേസ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഈച്ച് പെയർ ഓഫ് പിക്ചേഴ്സ് ബിലോ ഫൈൻഡ് ദ ഫ്രാക്ഷൻ ഓഫ് ദ സർക്കിൾ വി ഗെറ്റ് ബൈ കട്ടിംഗ് അപ്പ് ദ കളേർഡ് പീസസ് ഓഫ് ബോത്ത് സർക്കിൾസ് ആൻഡ് പുട്ടിംഗ് ദെം ടുഗെദർ. താഴെ തന്നിരിക്കുന്ന സർക്കിൾസ് ഉണ്ടല്ലോ, അതിൽ കളർ കൊടുത്തിരിക്കുന്ന പോർഷൻസ് എത്ര പാർട്ടാണെന്ന് എഴുതണം. അതിൻ്റെ സം ഓഫ് ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത് സർക്കിളിനെ 3 ഈക്വൽ പാർട്സ് ആക്കിയതിൽ ഒരു പാർട്ടാണ്, അതായത് 1/3 ആണ്. രണ്ടാമത്തേത് നോക്കൂ, 1 2 3 4 5 6 12 പാർട്സ് ഉണ്ട് ടോട്ടൽ കൗണ്ട് ചെയ്യുമ്പോൾ. സോ 12 പാർട്സിൽ 5 പാർട്സ് ആണ് കളർ കൊടുത്തിട്ടുള്ളത്, അതായത് 5/12 ആണ്. അപ്പോൾ നമുക്ക് കാണേണ്ടത് 1/3 + 5/12 ആണ് കേട്ടോ. ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ ആദ്യം സെയിം ആക്കാം. ഇവിടെ നോക്കൂ മക്കളെ, നമുക്കിവിടെ 1/3 മാത്രം മാറ്റിയാൽ മതി. കാരണം എന്താണ്, 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് വരും 12 അല്ലേ. സോ നമുക്ക് ഡിനോമിനേറ്റർ 12 ആക്കി മാറ്റാം. 3യെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 12 വരുന്നത്? 3 × 4 ചെയ്യുമ്പോഴാണ് അല്ലേ. സോ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 4/3 × 4 = 4/12. അപ്പോൾ 1/3 + 5/12 എന്നുള്ളതിനെ നമുക്ക് 1/3യെ 4/12 എന്ന് എഴുതാം, പ്ലസ് 5/12 = 9/12 ആണ്. 9/12നെ നമ്മൾ 9നെയും 12നെയും 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 3/4 എന്ന് ആൻസർ കിട്ടും. സോ ആൻസർ വരുന്നത് നമുക്ക് എഴുതാം 1/3 + 1/3യെ 4/12 എന്ന് എഴുതി, 4/12 + 5/12 = 9/12 ആണ്. 9/12നെ നമുക്ക് ലോവസ്റ്റ് ടേമിലേക്ക് മാറ്റുമ്പോൾ 3/4 എന്നാണ് വരുന്നത്. സോ 3/4 ആണ് ഫൈനൽ ആൻസർ. അടുത്ത പിക്ചർ നോക്കൂ. ആദ്യം ഒരു സർക്കിളിനെ 6 ഈക്വൽ പാർട്സ് ആക്കിയതിൽ ഒരു പാർട്ടിന് കളർ കൊടുത്തിട്ടുണ്ട്, അതായത് 1/6 ആണ് കേട്ടോ ആ പോർഷൻ വരുന്നത്. 1/6 പ്ലസ് രണ്ടാമത്തേത് 4 ഈക്വൽ പാർട്സിൽ 3 പാർട്സിന് കളർ കൊടുത്തിട്ടുണ്ട്, ദാറ്റ് മീൻസ് 3/4 ആണ്. സോ 1/6 + 3/4 ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കിയിട്ട് മാറ്റണം. സോ 1/6നെ നമ്മൾ 3/4ൻ്റെ ഡിനോമിനേറ്ററായ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 4/6 × 4 = 4/24 എന്ന് വരും. പിന്നെ 3/4നെ 1/6ൻ്റെ ഡിനോമിനേറ്ററായ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 3/6 × 3 × 6 / 4 × 6 = 18/24. 1/6 + 3/4 എന്നതിനെ നമുക്ക് 4/24 + 18/24 എന്ന് മാറ്റി എഴുതാം. 4 + 18 = 22 ആണ്. സോ 22/24. 22നെയും 24നെയും നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 11/12 എന്ന ലോവസ്റ്റ് ടേമിലേക്ക് മാറ്റാം. ഇവിടെ ശ്രദ്ധിക്കുക, ഡിനോമിനേറ്റേഴ്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മൾട്ടിപ്ലൈ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. സോ നമുക്ക് ആൻസർ എന്ത് വരും, 1/6 + 3/4 = 4/24 + 18/24 which is equal to 22/24 which is equal to 11/12. ഇനി മൂന്നാമത്തേത് നോക്കൂ. ആദ്യം 5 ഈക്വൽ പാർട്സ് ആക്കിയതിൽ 3 പാർട്സിന് കളർ കൊടുത്തിട്ടുണ്ട്. സോ 3/5 ആണ്. രണ്ടാമത്തെ സർക്കിള് 8 ഈക്വൽ പാർട്സിൽ 4 കളർ കൊടുത്തിട്ടുണ്ട്. സോ 3 കളർ കൊടുത്തിട്ടുണ്ട്. സോ 3/8 ആണ് കേട്ടോ. ഇവിടെ നമുക്ക് ആദ്യം ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കാം. 3/5നെ നമ്മൾ 3/8ൻ്റെ ഡിനോമിനേറ്ററായ 8 വെച്ച് രണ്ട് ഭാഗത്തും മൾട്ടിപ്ലൈ ചെയ്യാം. 3/8 5 × 8 = 24/40 ആണ്. 3/8നെ നമ്മൾ ഇനി 3/5ൻ്റെ ഡിനോമിനേറ്ററായ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 5/8 × 5 = 15/40 ആണ്. അപ്പോൾ 3/5 + 3/8 എന്നതിനെ നമുക്ക് 24/40 എന്നും 15/40 എന്നും മാറ്റി എഴുതാം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 39/40 എന്നാണ് ആൻസർ വരുന്നത്. അതുതന്നെയാണ് നമുക്ക് ഈ കോളത്തിൽ എഴുതി കൊടുക്കേണ്ടത്. 3/5 + 3/8 അതിനെ നമ്മൾ 24/40 + 15/40 എന്ന് മാറ്റി എഴുതി, വിച്ച് ഈസ് ഈക്വൽ ടു 39/40. ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ സംസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന പ്രോബ്ലംസ് സമ്മ് കണക്കാക്കാനാണ്. ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ആദ്യം 1/4 + 1/8. ഇവിടെ നമുക്ക് 1/4നെ അതിൻ്റെ ഡിനോമിനേറ്റർ 8 ആക്കി മാറ്റാം. സോ രണ്ട് ഭാഗത്തും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 2/8 എന്ന് വരും. അപ്പോൾ 1/4 + 1/8 എന്നതിനെ നമുക്ക് 2/8 + 1/8 എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു 2 + 1. ഈ സിമ്പിൾ അല്ലേ, ഈക്വൽ ടു 3/8 ആണ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 3/4 + 1/6 ആണ്. ഇതിൽ 3/4നെ നമുക്ക് 1/6ൻ്റെ ഡിനോമിനേറ്ററായ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 3 × 6/4 × 6 = 18/24 വരും. 1/6നെ 3/4ൻ്റെ ഡിനോമിനേറ്ററായ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1/4 × 6 × 4 1 × 4 × 6 × 4 എന്ന് വെച്ചും വരും, വിച്ച് ഈസ് ഈക്വൽ ടു 4/24 ആണ്. അപ്പോൾ നമുക്ക് 3/4 + 1/6 എന്നതിനെ 18/24 + 4/24 എന്ന് മാറ്റി എഴുതാം. 18 + 4
22 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 22/24 ആണ്. അതിന് നമുക്ക് 22നെയും 24നെയും 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 11/12 എന്ന ലോവസ്റ്റ് ടേമിലേക്ക് മാറ്റാം. മൂന്നാമത്തേത് 1/3 + 2/5 ആണ്. 1/3 നമുക്ക് 2/5ൻ്റെ ഡിനോമിനേറ്ററായ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 5/15 എന്ന് വരും. പിന്നെ 2/5നെ നമുക്ക് 1/3യുടെ ഡിനോമിനേറ്ററായ 3 വെച്ച് രണ്ട് ഭാഗത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 6/15 എന്ന് വരും. അപ്പോൾ നമുക്ക് 1/3 + 2/5 എന്നതിനെ 5/15 + 6/15 എന്ന് മാറ്റി എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു 11/15 ആണ്. നാലാമത്തേത് 1/2 + 2/5 ആണ്. ഇതിൽ നമുക്ക് 1/2നെ ആദ്യം 2/5ൻ്റെ ഡിനോമിനേറ്ററായ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 × 5/2 × 5 എന്ന് വരും, അതായത് 5/10 ആണ്. പിന്നെ 2/5നെ നമുക്ക് 1/2ൻ്റെ ഡിനോമിനേറ്ററായ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, അതായത് 2 × 2/5 × 2 = 4/10 എന്ന് വരും. അപ്പോൾ നമുക്ക് 1/2 + 2/5 എന്നതിനെ 5/10 + 4/10 എന്ന് മാറ്റി എഴുതാം. 5 + 4 = 9 ആണ്. സോ ആൻസർ 9/10 ആണ് കേട്ടോ. അവസാനത്തേത് 2/3 + 1/5. ഇവിടെ 2/3യെ 1/5ൻ്റെ ഡിനോമിനേറ്ററായ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 2 × 5/3 × 5 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 10/15. പിന്നെ 1/5നെ നമുക്ക് 2/3യുടെ ഡിനോമിനേറ്ററായ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 3/5 × 3 = 3/15. സോ 2/3 + 1/5 എന്നതിനെ നമുക്ക് 10/15 + 3/15 എന്ന് മാറ്റി എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു 13/15. ഇനി ഇതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. There are 2 taps to fill a tank with water. If the first tap alone is opened, the tank would fill up in 10 minutes. If the second tap alone is opened, it would take 15 minutes to fill up the tank. എന്താ പറഞ്ഞിരിക്കുന്നത് മക്കളെ? ഒരു ടാങ്ക് ഉണ്ട്. ഈ ടാങ്കിലേക്ക് വെള്ളം നിറയ്ക്കാനായിട്ട് 2 പൈപ്പുകളുണ്ട്. ഒരു പൈപ്പിൽ നിന്ന് ആദ്യത്തെ പൈപ്പിൽ നിന്ന് നിറയ്ക്കുമ്പോൾ 10 മിനിറ്റ് കൊണ്ട് വെള്ളം നിറയും. രണ്ടാമത്തെ പൈപ്പിൽ ഉപയോഗിച്ച് നിറയ്ക്കുകയാണെങ്കിൽ 15 മിനിറ്റ് കൊണ്ടാണ് വെള്ളം നിറയുക. അങ്ങനെയാണെങ്കിൽ ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ ഫസ്റ്റ് ടാപ്പ് അലോൺ ഈസ് ഓപ്പൺഡ്, വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ടാങ്ക് വുഡ് ബി ഫിൽഡ് ഇൻ 1 മിനിറ്റ്? ആദ്യത്തെ ടാപ്പ് മാത്രമാണ് തുറക്കുന്നതെങ്കിൽ എത്ര ടാങ്കിൻ്റെ എത്ര ഭാഗം വെള്ളം നിറയും 1 മിനിറ്റ് കൊണ്ട്? എത്ര ഭാഗം വെള്ളം നിറയും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സിമ്പിൾ അല്ലേ മക്കളെ? 10 മിനിറ്റ് കൊണ്ടാണ് ടാങ്ക് മുഴുവൻ നിറയുന്നത്. അതായത് ടാങ്ക് മുഴുവൻ നിറയുക എന്ന് വെച്ചാൽ 10/10 അല്ലെങ്കിൽ 1 ആവുന്നതല്ലേ. അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് എത്ര നിറയും? 1/10 പാർട്സ് നിറയും. 1 മിനിറ്റ് കൊണ്ട് ടാങ്കിൻ്റെ 1/10 പാർട്സ് ആണ് നിറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് ദ സെക്കൻഡ് ടാപ്പ് അലോൺ ഈസ് ഓപ്പൺഡ്, വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ടാങ്ക് വുഡ് ബി ഫിൽഡ് ഇൻ 1 മിനിറ്റ്? ഇനി രണ്ടാമത്തെ ടാപ്പ് മാത്രമാണ് തുറന്നതെങ്കിൽ എത്ര മിനിറ്റ് കൊണ്ട് 1 മിനിറ്റ് കൊണ്ട് ടാങ്കിൻ്റെ എത്ര ഭാഗം നിറയുമെന്നാണ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ടാപ്പ് മാത്രമാണെങ്കിൽ 15 മിനിറ്റ് കൊണ്ടാണ് ടാങ്ക് മുഴുവനായിട്ട് നിറയുക. സോ 1 മിനിറ്റ് കൊണ്ട് എത്ര നിറയും? 1/15 പാർട്സാണ് നിറയുന്നത്. ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ, ഇഫ് ബോത്ത് ദ ടാപ്സ് ആർ ഓപ്പൺഡ്, വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ടാങ്ക് വുഡ് ബി ഫിൽഡ് ഇൻ 1 മിനിറ്റ്? ഇനി 2 ടാപ്പും ഒരേ സമയം തുറന്നാൽ 1 മിനിറ്റ് സമയം കൊണ്ട് ആ ടാങ്കിൻ്റെ എത്ര ഭാഗം നിറയുമെന്നാണ് ക്വസ്റ്റ്യൻ. സിമ്പിളാണ് മക്കളെ. ആദ്യത്തെ ഒരു ടാപ്പ് മാത്രം തുറക്കുകയാണെങ്കിൽ 1/10 പാർട്സ് ആണ് നിറയുന്നത്. രണ്ടാമത്തെ ടാപ്പ് മാത്രം തുറക്കുകയാണെങ്കിൽ 1/15 ആണ് നിറയുന്നത്. സോ രണ്ടും ഒരുമിച്ച് തുറന്നാൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നത് എത്രയാണോ അത്ര നിറയും അല്ലേ. 1/10 + 1/15 ആണ്. അത് നമുക്കിതിൻ്റെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കാം. 1/10നെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം 3 കൊണ്ട് ചെയ്യാം. കാരണം 3 കൊണ്ട് 10നെയും അതുപോലെ 2 കൊണ്ട് 15നെയും നമുക്ക് ചെയ്താൽ നമുക്ക് ഡിനോമിനേറ്റേഴ്സ് 30 ആക്കി മാറ്റാം. സോ 3 കൊണ്ട് ചെയ്യുമ്പോൾ 1 × 3/10 × 3 = 3/30 ആണ്. ഇനി 1/15നെ ഡിനോമിനേറ്റർ 30 ആവാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. സോ 1 × 2/15 × 2 = 2/30. ഇപ്പോൾ ഡിനോമിനേറ്റേഴ്സ് രണ്ടും എന്തായി? 30 ആയിട്ട് മാറി. ഇനി നമുക്ക് ആഡ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. 1/10 + 1/15 = 3/30 + 2/30. 2 + 3 5 ആണ്. സോ 5/30. ഇതിനെ നമുക്ക് ലോവസ്റ്റ് ടേമിലേക്ക് മാറ്റാം. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ആണ്. 30യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 ആണ്. സോ ടാങ്കിൻ്റെ 1/6 പാർട്ടാണ് ഫില്ലാവുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ബോത്ത് ദ ടാപ്സ് ആർ ഓപ്പൺഡ്, ഹൗ മച്ച് ടൈം വുഡ് ഇറ്റ് ടേക്ക് ഫോർ ദ ടാങ്ക് ടു ബി ഫിൽഡ് അപ്പ്? 2 ടാപ്പും തുറക്കുകയാണെങ്കിൽ എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയും? അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് ടാങ്കിൻ്റെ 1/6 പാർട്സ് നിറയും അല്ലേ. അങ്ങനെയാണെങ്കിൽ എത്ര സമയം കൊണ്ടാണ് ടാങ്ക് നിറയുന്നത്? 1 ആവണം. അതാണ് ആൻസർ. സോ 6/6 ആകുമ്പോൾ 1 ആവും. അതായത് ടാങ്ക് മുഴുവനായിട്ട് നിറയും. സോ 6 മിനിറ്റ്സ് കൊണ്ട് ടാങ്ക് നിറയും. സം അതർ സംസ്. ഇനി നമുക്ക് വേറെ ചില സമ്മുകൾ നോക്കാം.
So see these sums. 1 by 2 plus 1 by 2 equal to 1. 1 by 3 plus 2 by 3 equal to 1. 1 by 4 plus 3 by 4 equal to 1. 1 by 5 plus 4 by 5 equal to 1. 2 by 5 plus 3 by 5 equal to 1. ഈ ഫ്രാക്ഷനുകളിലൊക്കെ എന്താ സംഭവിക്കുന്നത് മക്കളെ? നോക്കൂ, ഡിനോമിനേറ്റർ എല്ലാത്തിലും സെയിം ആണല്ലേ. പിന്നെ ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ തന്നെ ആവുന്നു. അതായത് 1 by 2 plus 1 by 2 എന്ന് പറയുമ്പോൾ 2 by 2 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 1. അടുത്തത് 1 by 3 plus 2 by 3 3 by 3 വരും, ഈക്വൽ ടു 1. 1 by 4 plus 3 by 4 4 by 4 വരും, ഈക്വൽ ടു 1. 1 by 5 plus 4 by 5 ഈക്വൽ ടു 1. അതായത് 5 by 5 വരും. അതായത് 2 by 5 plus 3 by 5 അവിടെയും 5 by 5 വരും. ഇതെല്ലാം ഇങ്ങനെയാണ് 1 ആയി മാറുന്നത്. What do we do in all these? Of the two fractions added, one is some parts of 1 divided into equal parts taken together, and the other is the remaining parts taken together. When both these are taken together, we get all the parts, right? In other words, we get the whole. അതായത് ഇവിടെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എന്താക്കുന്നു, പാർട്സ് ആക്കിയിട്ട് മാറ്റുന്നു, ഈക്വൽ പാർട്സ് ആക്കിയിട്ട് മാറ്റുന്നു. അതിലൊരു പാർട്ട് നമ്മൾ എടുത്തു, അല്ലെങ്കിൽ 2 പാർട്ട് നമ്മൾ എടുത്തു, അതിൻ്റെ റിമൈനിങ് പാർട്സ് കൂടെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്താൽ ആ ഒരു ഒബ്ജക്റ്റ് മുഴുവനാവില്ലേ? അതുതന്നെയാണ് ഇവിടെ ഫ്രാക്ഷൻ്റെ കാര്യത്തിലും പറഞ്ഞിരിക്കുന്നത്. ഇത് ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫോർ ഈച്ച് ഫ്രാക്ഷൻസ് ഗിവൺ ബിലോ ക്യാൻ യു മെൻ്റലി കാൽക്കുലേറ്റ് ദ ഫ്രാക്ഷൻസ് ടു ബി ആഡഡ് ടു മേക്ക് ഇറ്റ് 1? താഴെ തന്നിരിക്കുന്ന ഓരോ ഫ്രാക്ഷനിലേക്കും എത്ര ആഡ് ചെയ്താലാണ്, അതിലേക്ക് എന്ത് ഫ്രാക്ഷൻ ആഡ് ചെയ്താലാണ് 1 ആവുക എന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത് 2/7 ആണ്. 2/7ലേക്ക് എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് 1 ആവുക? 7 ആവണം അല്ലേ? ന്യൂമറേറ്റർ 7 ആവണം. സോ 2 അവിടെ ഉണ്ട്, ബാക്കി ഇനി എത്ര ഉണ്ടാവും? 5 ആണ്. 2/7 പ്ലസ് 5/7 ആണ് 7/7, വിച്ച് ഈസ് ഈക്വൽ ടു 1. രണ്ടാമത്തെ നോക്കൂ, 4/7 ആണ്. സോ 4/7ലേക്ക് 3/7 ആഡ് ചെയ്താൽ 7/7 ആവും, വിച്ച് ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. നമ്മൾ നോക്കേണ്ടത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ തന്നെ ആവണം കേട്ടോ. മൂന്നാമത്തേത് നോക്കൂ, 3/8 ആണ്. 3/8 1 ആവാൻ എന്ത് ചെയ്യണം? 3/8ലേക്ക് 5/8 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ 8/8 എന്ന് വരും, അതായത് 1 ആണ്. നാലാമത്തേത് 3/10 ആണ്. 3/10ലേക്ക് എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് 1 വരുന്നത്? 3/10 പ്ലസ് 7/10 ചെയ്യുമ്പോഴാണ് നമുക്ക് 3 + 7 10 വരുന്നത്, 10/10, വിച്ച് ഈസ് ഈക്വൽ ടു 1 എന്നാണ് ആൻസർ. നൗ ലുക്ക് അറ്റ് ദിസ് പ്രോബ്ലം. ഇനി നമുക്ക് വേറൊരു പ്രോബ്ലം നോക്കാം. എ ജാർ കണ്ടെയ്ൻസ് 3/4 ലിറ്റർ ഓഫ് മിൽക്ക് ആൻഡ് ഹാഫ് എ ലിറ്റർ മോർ ഈസ് poured into it. ഹൗ മച്ച് ഡസ് ഇറ്റ് കണ്ടെയ്ൻ നൗ? ഒരു പാത്രത്തിൽ 3/4 മുക്കാൽ ലിറ്റർ വെള്ളമുണ്ട്, അതായത് 3/4 ലിറ്റർ വെള്ളമുണ്ട്. അതിലേക്കൊരു ഹാഫ് ലിറ്റർ, അതായത് 1/2 ലിറ്റർ കൂടെ ഒഴിച്ചാൽ എത്ര ഉണ്ടായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. സിമ്പിളാണ്, നമുക്ക് മെൻ്റലി തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. സപ്പോസ് ദ ഹാഫ് ലിറ്റർ ഈസ് poured into it in 2 steps, a quarter liter each time. Then the first quarter makes 1 liter and in the jar. How much when the second quarter is also added? 1 1/4 liters. നമ്മൾ ഈ മുക്കാൽ ഗ്ലാസ്സിലേക്ക്, അല്ലെങ്കിൽ മുക്കാൽ ലിറ്റർ ഉള്ള പാത്രത്തിലേക്ക് ഈ ഹാഫിൽ നിന്ന് ആദ്യം നമ്മളൊരു ക്വാർട്ടർ ഭാഗം ഒഴിച്ചു, അതായത് 1/4 ഒഴിച്ചു. അപ്പോൾ എത്രയായി? 4/4 ഈക്വൽ ടു 1 ആയി അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്തു മക്കളെ? ബാക്കി നമുക്ക് ഹാഫിലുള്ളൊരു ക്വാർട്ടർ കൂടെ ബാക്കിയുണ്ട്, 1/4. സോ 1/4 ലിറ്റർ ആണ് ടോട്ടൽ ആവുന്നത്. ഇത് നമുക്ക് സം ഓഫ് ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതാം. 3/4 പ്ലസ് 1/2 ആണ് നമുക്ക് കാണേണ്ടത്. അതിൽ 1/2നെ നമ്മൾ 1/4 പ്ലസ് 1/2, അരയെ നമ്മൾ കാല് അങ്ങനെയാക്കി മാറ്റി എഴുതുന്നു. സോ 3/4 പ്ലസ് 1/4 പ്ലസ് 1/4. ഇതിൽ നമ്മൾ 3/4ലേക്ക് ആദ്യത്തെ ഒരു 1/4 ആഡ് ചെയ്യുന്നു, അപ്പോൾ 4/4 ആവും, അതായത് 1 ആവും, പ്ലസ് 1/4, വിച്ച് ഈസ് ഈക്വൽ ടു 1/4. വാട്ട് അബൌട്ട് ഡൂയിങ് ദിസ് സം ആസ് ബിഫോർ ബൈ ഇക്വലൈസിങ് ദ ഡിനോമിനേറ്റേഴ്സ്? ഇനി ഡിനോമിനേറ്റേഴ്സ് ഇക്വലൈസ് ആക്കാതെ, സെയിം ആക്കാതെ നമ്മൾ സമ്മ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? 3/4 പ്ലസ് 1/2 ആണ് നമുക്ക് ചെയ്യേണ്ടത്. 1/2നെ നമുക്ക് 2 വെച്ച് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്താൽ 2/4 എന്നാവും. സോ 3/4 പ്ലസ് 2/4 ഈക്വൽ ടു 5/4. 5/4നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്കൂടെ? അതായത് 5/4നെ 4 + 1 ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതാം. 4/4 പ്ലസ് 1/4, അപ്പോഴും നമുക്ക് 1/4 തന്നെയാണ് ആൻസർ വരുന്നത്. സോ വി ക്യാൻ ഡു ഇറ്റ് ഈതർ വേ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. വാട്ട് അബൌട്ട് ആഡിങ് 3/4 ലിറ്റർ ഇറ്റ് സെൽഫ് ടു 3/4 ലിറ്റർ? ഇനി 3/4 ലിറ്ററിലേക്ക്, അതായത് 3/4ലേക്ക് 3/4 തന്നെ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്താ നമുക്ക് കിട്ടുന്നത്? അത് സിമ്പിളാണല്ലേ മക്കളെ, നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ചെയ്യാം, കാരണം ഡിനോമിനേറ്റർ സെയിം ആണ്. സോ 6/4നെ നമുക്ക് ചെറുതാക്കുമ്പോൾ എന്താണ്? 3/2. അതിനെ നമുക്ക് 1/2 എന്ന് മാറ്റി എഴുതാം. അതല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം? 3/4 ആദ്യം എഴുതി, പിന്നെ 3/4നെ അടുത്ത 3/4നെ നമ്മൾ 1/4 പ്ലസ് 2/4 എന്ന് മാറ്റി എഴുതി.
അപ്പോൾ നമുക്ക് 1+1/2 1 1/2 ലിറ്റർ എന്ന് തന്നെയാണ് കിട്ടുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 3/4 + 3/4 = 6/4 ആണ്. 6/4 എന്ന് വെച്ചാൽ 3 × 2/2 × 2, അതായത് 3/2 എന്ന് നമ്മൾ ലോവസ്റ്റ് ടേമിലേക്ക് മാറ്റി അതിനെ 2 + 1/2 2/2 + 1/2 = 1/2 എന്നും എഴുതാം. ലെറ്റ്സ് ലുക്ക് അറ്റ് അനദർ പ്രോബ്ലം. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ 2 സർക്കിൾസ് ഓഫ് ദ സെയിം സൈസ് ആൻഡ് കളർ ഹാഫ് ഓഫ് വൺ ആൻഡ് 2/3 ഓഫ് ദ അതർ. ഇഫ് വി കട്ട് ഔട്ട് ദീസ് പീസസ് ക്യാൻ വി പുട്ട് ദം ടുഗെദർ. രണ്ട് സർക്കിൾസ് വരച്ചു, അതിൽ ഒരെണ്ണത്തിന് ഹാഫ് ആക്കിയിട്ട്, അതായത് 1/2 പോർഷൻ കളർ ചെയ്തു. മറ്റൊരെണ്ണത്തിന് നമ്മൾ 3 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് അതിൽ 2/3 പോർഷൻ കളർ ചെയ്തു. ഇത് രണ്ടും നമുക്ക് ഒന്നാക്കാനായിട്ട് പറ്റുമോ? ഇല്ല അല്ലേ. വാട്ട് ഇഫ് വി കട്ട് ദം ലൈക്ക് ദിസ്. ഇനി ഇതുപോലെ കട്ട് ചെയ്തതാണെങ്കിലോ, അതായത് രണ്ട് സർക്കിൾസ് 6 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് രണ്ടിനെ മാറ്റിയിട്ടുണ്ട്. ഒരെണ്ണത്തിന് ഹാഫ് പോർഷൻ, അതായത് 3/6 പാർട്ട് കളർ കൊടുത്തു, ഒരെണ്ണത്തിന് 4/6 പാർട്സ് കളർ കൊടുത്തു. വി ക്യാൻ പുട്ട് ദം ടുഗെദർ ആസ് വൺ സർക്കിൾ ആൻഡ് റിമൈനിങ് സ്മോൾ പാർട്ട്. ഇപ്പം നമുക്ക് ഇതിനെ ഒരു സർക്കിളാക്കിയിട്ട് മാറ്റാം അല്ലേ. രണ്ടും എന്താണ് 6 ഈക്വൽ പാർട്സ് ആക്കിയതുകൊണ്ട് ആദ്യം ഹാഫ് സർക്കിൾ ഹാഫ് ആക്കിയിട്ട് മാറ്റാം. അപ്പോൾ നമുക്ക് ആ 4/6 എന്നുള്ളതിൽ നിന്ന് ഒരു പോർഷൻ ബാക്കി വരും, അതായത് 1/6 പോർഷൻ ബാക്കി വരും. അപ്പോൾ ഇതിന് നമുക്ക് സം ഓഫ് ഫ്രാക്ഷൻ ആക്കിയിട്ട് എങ്ങനെ എഴുതാം? ആദ്യത്തേത് 1/2 പ്ലസ് രണ്ടാമത്തേത് 2/3 വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് ആദ്യം ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കാം. അപ്പോൾ 1/2 എന്നുള്ളത് 3/6 എന്ന് വരും, 2/3 എന്നുള്ളത് 4/6 എന്ന് വരും. സോ ആകെ 3/6 + 4/6 7/6 എന്നാണ് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? 3/6 നമ്മൾ അങ്ങനെ എഴുതി, പിന്നെ 4/6നെ 3/6 + 1/6 എന്ന് എഴുതി, അതായത് 3/6 + 3/6 6/6 എന്ന് വരും. 1 ആണ്. 1 + 1/6 1/6 ആണ്. നമുക്ക് ഏത് രീതിക്ക് എഴുതിയാലും ആൻസർ സെയിം ആണ്. Another problem. Anoop and his father went to buy material for shirts. 1.5 meters for Anoop and 2.25 meters for father. If they buy the same kind of material for both, ഹൗ മച്ച് ഇൻ ഓൾ. അനൂപും ഫാദറും കൂടെ ഷർട്ടിന് പീസ് എടുക്കാനായിട്ട് പോയതാണ്. അപ്പം അനൂപിന് വേണ്ടത് 1.5 മീറ്റേഴ്സാണ്, അതായത് 1/2 മീറ്ററും. ഫാദറിന് വേണ്ടത് 2.25 ആണ് കേട്ടോ, അതായത് 2 1/4 മീറ്ററുമാണ് വേണ്ടത്. സോ ടോട്ടൽ എത്ര മീറ്റർ മെറ്റീരിയൽ എടുക്കേണ്ടി വരുമെന്നാണ് ക്വസ്റ്റ്യൻ. വി ക്യാൻ ഡു ഇറ്റ് ലൈക്ക് ദിസ്. നമുക്ക് എങ്ങനെ ചെയ്യാം? 1 and 2 make 3. ആദ്യത്തേത് അനൂപിൻ്റെ 1 മീറ്ററും ഫാദറിൻ്റെ 2 മീറ്ററും ആഡ് ചെയ്താൽ 3 മീറ്റേഴ്സായി. പിന്നെ നമുക്ക് ഹാഫ് മീറ്ററും 1/4 മീറ്ററും കൂടെ ആഡ് ചെയ്യണം. സോ നമുക്കറിയാം 3/4 ആണ്. അത് നമുക്ക് മെൻ്റലി തന്നെ പറയാം. ഇനി സമ്മായിട്ട് എങ്ങനെ എഴുതാം? 1 1/2 + 2 1/4 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിന് നമുക്ക് 1 + 1/2 + 2 1/4നെ 2 + 1/4 എന്ന് എഴുതാം. ഇതിൽ 1ഉം 2ഉം നമ്പേഴ്സ് നമുക്ക് ആദ്യം നാച്ചുറൽ നമ്പേഴ്സ് ആഡ് ചെയ്യാം. 1 + 2 + 1/2 + 1/4 ആണ്. അതിൽ 1 + 2 എന്ന് പറഞ്ഞാൽ 3 ആണ്. പിന്നെ 1/2 + 1/4 ചെയ്യാം. 1/2നെ നമുക്ക് ആദ്യം ഡിനോമിനേറ്റർ 4 ആക്കി മാറ്റുമ്പോൾ 2/4 എന്ന് വരും. സോ 2/4 + 1/4 3/4 ആണ്. ആൻസർ 3/4 ആണ് വരുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുണ്ട്, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ക്വസ്റ്റ്യൻ 1, കാൽക്കുലേറ്റ് ദ സംസ് ബിലോ. താഴെ തന്നിരിക്കുന്ന സം ഓഫ് ഫ്രാക്ഷൻസിൻ്റെ സം നമ്മൾ കാണുക. ആദ്യത്തേത് 5/6 + 1/3. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം 1/3യെ ഫ്രാക്ഷൻ ഡിനോമിനേറ്റർ 6 ആക്കി വരുന്ന രീതിക്ക് മാറ്റാം. അപ്പോൾ മുകളിലും താഴെയും നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 2 ആണ്, 3 × 2 6 ആണ്. സോ 2/6 എന്നാവും. അപ്പോൾ 5/6 + 1/3 എന്നതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 5/6 + 2/6 = 7/6 ആണ് ആൻസർ. 7/6നെ മാറ്റി എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ വരും? 7/6 7 1 ടൈം 6 പോകും. സോ 1/6 ആണ് ആൻസർ വരുന്നത് കേട്ടോ. സോ 7/6 = 1/6. രണ്ടാമത്തേത് 7/8 + 1/4 ആണ്. ഇതിലാദ്യം നമുക്ക് 1/4ൻ്റെ ഡിനോമിനേറ്റർ 8 ആക്കി മാറ്റാം. സോ രണ്ട് ഭാഗത്തും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1 × 2/4 × 2. സോ 2/8 ആയിട്ട് മാറും. അപ്പോൾ 7/8 + 1/4 എന്നുള്ളതിനെ നമുക്ക് 7/8 + 2/8 എന്ന് എഴുതാം. = 9/8 ആണ്. അതിനെ നമ്മൾ മാറ്റി എഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? 9ൽ 8 1 ടൈമാണ്. 1 × 8 8 ആണ്. 9 - 8 1 ആണ്. സോ 1/8 ആണ് കേട്ടോ ആൻസർ വരുന്നത്. 9/8 = 1/8.
ഇനി മൂന്നാമത്തേത് 5/6 പ്ലസ് 1/4 ആണ്. ഇവിടെ 6നെയും 4നെയും ആദ്യം നമുക്ക് ഡിനോമിനേറ്റർ മാറ്റി എഴുതാം. 5/6നെ നമുക്ക് 1/4ൻ്റെ ഡിനോമിനേറ്ററായ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 5 × 4/6 × 4 ആണ് 20/24. 1/4ന് നമുക്ക് 5/6ൻ്റെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 1 × 6/4 × 6 = 6/24. അപ്പോൾ 5/6 പ്ലസ് 1/4 എന്നതിനെ നമുക്ക് 20/24 പ്ലസ് 6/24 എന്ന് മാറ്റി എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു 26/24 ആണ്. ഈ 26നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ 13/12 എന്ന് മാറ്റി എഴുതാം കേട്ടോ. അതല്ല എന്നുണ്ടെങ്കിൽ 26നെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് 24 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഞാനിവിടെ 13നെ 12 കൊണ്ട് അതിൻ്റെ ലോവസ്റ്റ് ടേമിനെയാണ് കേട്ടോ ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് 1/12 ആണ് കേട്ടോ ആൻസർ വരുന്നത്. അതായത് 26/24 = 1/12. ഇനി ഇതിലെ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 5/8 പ്ലസ് 3/4 ആണ്. ആദ്യം നമുക്കിതിലെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കി മാറ്റാം. അപ്പോൾ 3/4നെ നമുക്ക് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 8 ആയിട്ട് മാറും അല്ലേ. അപ്പോൾ 3 × 2/4 × 2 ആണ് 6/8 ആയിട്ട് മാറും. 5/8 പ്ലസ് 3/4 എന്നതിനെ നമുക്ക് എങ്ങനെ മാറ്റാം? 5/8 പ്ലസ് 6/8 ആക്കാം. 11/8 ആണ്. 11നെ നമുക്ക് 8 വെച്ചിട്ടൊന്ന് ആദ്യം ഡിവൈഡ് ചെയ്ത് നോക്കാം അല്ലേ. 11നെ 8 വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. പിന്നെ 11 - 8 3 ആണ്. സോ 1 3/8 ആണ് കേട്ടോ ആൻസർ. അവസാനത്തേത് 2 1/3 പ്ലസ് 3 1/2 ആണ്. ഇത് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് 2 1/3യെ 2 + 1/3 എന്ന് എഴുതാം. 3 1/2നെ 3 + 1/2 എന്ന് മാറ്റി എഴുതാം. ഇതിലെ നാച്ചുറൽ നമ്പേഴ്സ് ആദ്യം നമുക്ക് ആഡ് ചെയ്യാം. അതായത് 2 + 3 പ്ലസ് പിന്നെ ഫ്രാക്ഷണൽ നമ്പേഴ്സ് 1/3 + 1/2. 2 + 3 5 ആണ്. 5 + 1/3 + 1/2 ആണ്. ആദ്യം നമുക്ക് 1/3യെയും 1/2നെയും ഡിനോമിനേറ്റർ സെയിം ആക്കാം. അതാണ് ഞാൻ ഈ ലെഫ്റ്റ് സൈഡിൽ ചെയ്തിരിക്കുന്നത്. 1/3യെ നമുക്ക് 1 × 2/3 × 2 എന്ന് ചെയ്യാം. അതായത് 2/6 ആവും. 1/2നെ 1 × 3 × 2/3 2 × 3 ചെയ്യാം. അപ്പോൾ 3/6 ആവും. അപ്പോൾ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയി. അപ്പോൾ നമുക്കതിനെ 5 + 2/6 + 3/6 എന്ന് മാറ്റി എഴുതാം. 2/6 + 3/6 എന്ന് വെച്ചാൽ 5/6 ആണ്. അപ്പോൾ 5 + 5/6 വിച്ച് ഈസ് ഈക്വൽ ടു 5/6 ആണ്. ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, 1 jar contains 1.5 liters of milk and another contains 2.5 3/4 liters of milk. How much milk in both the jars together? ഒരു ജാറിൽ 1.5 ലിറ്റർ പാലുണ്ട്, അതായത് 1/2 ലിറ്റർ പാലുണ്ട്. മറ്റൊരു ജാറിൽ 2 3/4 അതായത് 3/4 ലിറ്റർ പാലുണ്ട്. രണ്ടും കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ എത്ര ഉണ്ടെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് 1/2 പ്ലസ് 2 3/4 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? മിൽക്ക് ഇൻ ഫസ്റ്റ് ജാർ ഈക്വൽ ടു 1/2 ലിറ്റർ ആണ്. മിൽക്ക് ഇൻ സെക്കൻഡ് ജാർ ഈക്വൽ ടു 2 3/4 ലിറ്റർ ആണ്. ടോട്ടൽ 1/2 പ്ലസ് 2 3/4. ഇതിനെ നമുക്ക് 1 + 1/2 പ്ലസ് 2 പ്ലസ് 3/4 എന്ന് മാറ്റി എഴുതാം. 1ഉം 2ഉം നമുക്ക് ആദ്യം ആഡ് ചെയ്യാം. 1 + 2 പ്ലസ് പിന്നെ ഫ്രാക്ഷണൽ നമ്പേഴ്സ് ചെയ്യാം. 1/2 പ്ലസ് 3/4. 1/2നെ നമുക്ക് 3/4നെയും ഫ്രാക്ഷൻ ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കാം. അതിന് 1/2നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് 2/4 എന്ന് കിട്ടും കേട്ടോ. ഞാനിവിടെ 1/2നെ 4 വെച്ചും 3/4നെ 2 വെച്ചും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 4/8 പ്ലസ് 6/8 എന്ന് കിട്ടും. അതായത് 3 + 10/8 ആണ്. 3 + 10/8നെ നമുക്ക് 10നെയും 8നെയും 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 5/4 എന്ന് എഴുതാം. അപ്പോൾ 3 + 5/4 ആണ്. 5/4നെ നമുക്ക് മാറ്റി എഴുതാം. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1/4 എന്നാണ് കിട്ടുക. അതായത് 3 + 1 1/4 വിച്ച് ഈസ് ഈക്വൽ ടു 3 + 1 4 ആണ്. 4 1/4 അല്ലെങ്കിൽ 4/4 ലിറ്റർ ആണ് കേട്ടോ ടോട്ടൽ മിൽക്ക് വരുന്നത്. Question 3. Two strings of length 1.5 meters are joined end to end. What is the total length? 1.5 meter ലെങ്ത് ഉള്ള, അതായത് 1/2 ലെങ്ത് ഉള്ള 2 കയറുകൾ ഒരുമിച്ച് അറ്റത്തോടറ്റം വെച്ച് ചേർത്താൽ ടോട്ടൽ എത്ര ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് 1/2 പ്ലസ് 1/2 ആണ്. സിമ്പിളാണ്. 1/2നെ നമുക്ക് 1 + 1/2 എന്ന് മാറ്റി എഴുതാം. 1 + 1/2 പ്ലസ് 1 + 1/2. അതിൽ 1ഉം 1ഉം ആദ്യം ആഡ് ചെയ്യുക. പിന്നെ 1/2 + 1/2 ചെയ്യുക. 1 + 1 2 ആണ്. 1/2 + 1/2 = 2/2 ആണ്. അതായത് 2/2 എന്ന് വെച്ചാൽ 1 തന്നെ അല്ലേ. സോ 2 + 1 = 3 മീറ്റർ ആണ്. ഇനി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മെൻ്റലിയും ചെയ്യാം. 1.5 1.5 ആണ്. 1ഉം 1ഉം 2, പിന്നെ ഹാഫും ഹാഫും ആഡ് ചെയ്താൽ 1. സോ 2 + 1 3. അങ്ങനെയും ചെയ്യാം. ഇനി ക്വസ്റ്റ്യൻ 4. Ahirath bought 1.5 kilogram of beans and 3/4 kilograms of yam. What is the total weight?
അഹിരഥ് കടയിൽ നിന്ന് 1.5 കിലോഗ്രാം 1/2 കിലോഗ്രാം ഉള്ള ബീൻസും അതുപോലെ ത്രീ ക്വാർട്ടർ കിലോഗ്രാംസ് അതായത് 3/4 കിലോഗ്രാം ഇപ്പോൾ 3/4 കിലോഗ്രാം ഉള്ള ഒരു ചേനയും വാങ്ങി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വെയിറ്റ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് 1/2 പ്ലസ് 3/4 ആണ് കേട്ടോ കാണേണ്ടത്. സിമ്പിളാണ്. വെയിറ്റ് ഓഫ് ബീൻസ് എന്ന് പറയുന്നത് 1/2 ആണ്. വെയിറ്റ് ഓഫ് യാം എന്ന് പറയുന്നത് 3/4 കിലോഗ്രാം ആണ്. സോ ടോട്ടൽ വെയിറ്റ് 1/2 പ്ലസ് 3/4. 1 പ്ലസ് 1/2 പ്ലസ് 3/4. 1 പ്ലസ് 1/2 പ്ലസ് 3/4 വേറെ ചെയ്യുക. അപ്പോൾ നമുക്കിതിനെ ഡിനോമിനേറ്റർ സെയിം ആക്കാം. അപ്പോൾ 1/2വിനെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഡിനോമിനേറ്റർ 4 വരും അല്ലേ, 2/4 എന്ന് വരും. സോ 1 പ്ലസ് 1/2വിനെ 2/4 എന്ന് എഴുതി പ്ലസ് 3/4 വിച്ച് ഈസ് ഈക്വൽ ടു 5/4 ആണ്. സോ 1 പ്ലസ് 5/4. ഇനി 5/4നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ ഞാൻ കാണിച്ചതുപോലെ ഡിവൈഡ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ 5/4നെ 4 പ്ലസ് 1/4 എന്ന് എഴുതാം. അപ്പോൾ 1 പ്ലസ് 4/4 പ്ലസ് 1/4. 4/4 എന്ന് വെച്ചാൽ 1 ആണ്. സോ 1 പ്ലസ് 1 പ്ലസ് 1/4. 1 പ്ലസ് 1 2 ആണ്. സോ 2 പ്ലസ് 1/4 വിച്ച് ഈസ് ഈക്വൽ ടു 2 1/4 കിലോഗ്രാം അല്ലെങ്കിൽ 2.25 കിലോഗ്രാം ടു ക്വാർട്ടർ കിലോഗ്രാം ആണ് ആൻസർ. ടോട്ടൽ വെയിറ്റ് വരുന്നത്. റിമൂവിംഗ് പാർട്സ് ഫ്രം എ റിബൺ 3/4 of a meter long, a quarter meter piece is cut off. What is the length of the remaining piece? 1 മീറ്റർ നീളമുള്ള റിബണിൽ നിന്ന് ഒരു 1/4 മീറ്റർ, ക്വാർട്ടർ മീറ്റർ എന്ന് വെച്ചാൽ 1/4 പാർട്ട് കട്ട് ചെയ്ത് മാറ്റി ബാക്കി എത്ര ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതുവരെ നമ്മൾ ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുന്നതാണ് പഠിച്ചത്. ഇനി നമ്മൾ സബ്ട്രാക്ഷൻ ആണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 1 മൈനസ് 1/4 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് മെൻ്റലി കാൽക്കുലേറ്റ് ചെയ്താൽ 1ൽ നിന്ന് ഒരു 1/4 ഭാഗം പോയാൽ ബാക്കി 3/4 ആണല്ലേ, അതായത് 3/4 ആണല്ലേ ഉള്ളത്. 3/4 മീറ്റർ മീൻസ് 3 or 4 equal pieces into which 1 meter is divided. Each of these equal parts is 1/4 meter long. So cutting off 1/4 meter means removing one of these equal parts. അതായത് നമ്മൾ 1 മീറ്ററിനെ 4 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് അതിൽ ഒരു പാർട്ട് റിമൂവ് ചെയ്യുക എന്നതാണ് കേട്ടോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. If a half meter piece is cut off from a 3/4 meter long ribbon, then the remaining piece is quarter meter long. ഇനി നമ്മൾ 3/4 മീറ്ററിൽ നിന്നൊരു ഹാഫ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും, ബാക്കി 1/4 ആണ് വരുന്നത്. We write this computation as 3/4 minus 1/2 equal to 1/4. അതായത് 3/4 നിന്ന് അരഭാഗം പോയാൽ ബാക്കി 1/4 ഭാഗം, 3/4 നിന്ന് ഹാഫ് പോയാൽ ബാക്കി ക്വാർട്ടർ. ആസ് ഇൻ ദ കേസ് ഓഫ് സംസ് വി ക്യാൻ ഡു ദിസ് ബൈ ഈക്വലൈസിങ് ഡിനോമിനേറ്റേഴ്സ്. അപ്പോൾ നമ്മൾ സമ്മ് അഡീഷൻ ചെയ്തപ്പോൾ എന്താ ചെയ്തത്, ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കി അല്ലേ. അതുപോലെ തന്നെ നമുക്ക് സബ്ട്രാക്ഷൻ ചെയ്യുമ്പോഴും ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കി ചെയ്യാം. അപ്പോൾ 3/4 മൈനസ് 1/2 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം 1/2വിനെ ഡിനോമിനേറ്റർ 4 ആക്കുക. അത് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ആവില്ലേ, സോ 2/4 ആവും. അതായത് 3/4 മൈനസ് 1/2 എന്നത് 3/4 മൈനസ് 2/4 എന്നാവും. അപ്പോൾ 3 മൈനസ് 2/4 വിച്ച് ഈസ് ഈക്വൽ ടു 1/4 എന്ന് തന്നെ ആൻസർ വരും. വാട്ട് ഇഫ് 1/3 ഓഫ് എ മീറ്റർ ഈസ് റിമൂവ്ഡ് ഫ്രം ഹാഫ് എ മീറ്റർ. ഇനി ഹാഫ് എ മീറ്ററിൽ നിന്ന് അതായത് 1/2വിൽ നിന്ന് 1/3 അതായത് 1/3 റിമൂവ് ചെയ്യൽ എങ്ങനെയാണ്, 1/2 മൈനസ് 1/3 ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെയും നമുക്ക് ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കാം. 1/2 മൈനസ് 1/3 ആണ്. 1/2വിനെ നമുക്ക് 3/6 എന്ന് എഴുതാം. 1/3യെ നമുക്ക് 2/6 എന്ന് എഴുതാം. സോ 3/6 മൈനസ് 2/6 ഈക്വൽ ടു 1/6 എന്ന ആൻസർ വരും. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ 1, 1/2 മൈനസ് 1/8. അപ്പോൾ നമുക്കിവിടെ ആദ്യം ഡിനോമിനേറ്റർ സെയിം ആക്കാം. 1/2വിനെ നമുക്ക് മുകളിലും താഴെയും 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിനോമിനേറ്റർ 8 ആവും അല്ലേ. സോ 4/8 എന്നാവും. അപ്പോൾ 1/2 മൈനസ് 1/8 എന്നുള്ളത് എന്താവും, 4/8 മൈനസ് 1/8 വിച്ച് ഈസ് ഈക്വൽ ടു 4 മൈനസ് 1 3 ആണ്. 3/8 ആണ് ആൻസർ വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ 3/4 മൈനസ് 1/8. ഇവിടെയും 1/8നെ നമുക്ക് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 8 ആയിട്ട് 3/4നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 8 ആയിട്ട് മാറും. അപ്പോൾ 3 ഇൻറ്റു 2/4 ഇൻറ്റു 2 6/8 ആണ്. 3/4 മൈനസ് 1/8 ഉള്ളത് എന്തായി 6/8 മൈനസ് 1/8 എന്നായി. 6ൽ നിന്ന് 1 പോയാൽ 5 ആണ്. സോ 5/8 ആണ് കേട്ടോ ആൻസർ. ഇതിൽ മൂന്നാമത്തേത് 1/3 മൈനസ് 1/5. 1/3ൽ നിന്ന് 1/5 മൈനസ് ചെയ്യണം. അതിനാദ്യം നമുക്ക് ഡിനോമിനേറ്റർ ഒന്നാക്കാം. അപ്പോൾ 1/3യെ നമുക്ക് 1/5ൻ്റെ ഡിനോമിനേറ്ററായ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു 5/3 ഇൻറ്റു 5 ഈക്വൽ ടു 5/15 ആണ്. പിന്നെ 1/5നെ നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു 3/5 ഇൻറ്റു 3 ഈക്വൽ ടു 3/15. അപ്പോൾ 1/3 മൈനസ് 1/5 എന്നുള്ളതിന് നമുക്ക് എങ്ങനെ എഴുതാം, 5/15 മൈനസ് 3/15. 5 മൈനസ് 3 2 ആണ്. സോ 2/15 ആണ് ആൻസർ.
ഇനി ഇതിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2/5 മൈനസ് 1/3. ആദ്യം നമുക്ക് ഡിനോമിനേറ്റേഴ്സ് ഒന്നാക്കാം. 2/5നെ നമുക്ക് 1/3യുടെ ഡിനോമിനേറ്റർ ആയ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 3/5 × 3 = 6/15. ഇനി 1/3യെ നമുക്ക് 2/5ൻ്റെ ഡിനോമിനേറ്റർ ആയ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 5/3 × 5 = 5/15. അപ്പോൾ നമുക്ക് 2/5 മൈനസ് 1/3 എന്നുള്ളതിനെ 6/15 മൈനസ് 5/15 എന്ന് എഴുതാം. 6 - 5 1 ആണ്. സോ 1/15 ആണ് കേട്ടോ ആൻസർ വരുന്നത്. ഇനി ഇതിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ 2/3 മൈനസ് 1/5 ആണ്. ആദ്യം 2/3യെ നമുക്ക് 1/5ൻ്റെ ഡിനോമിനേറ്റർ ആയ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 5/3 × 5 = 10/15 എന്ന് വരും. 1/5നെ നമുക്ക് 2/3യുടെ ഡിനോമിനേറ്റർ ആയ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 1 × 3/5 × 3 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 3/15. അപ്പോൾ 2/3 മൈനസ് 1/5 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ട് 10/15 മൈനസ് 3/15 എന്ന് എഴുതാം. 10 - 3 7 ആണ്. സോ ആൻസർ എന്താണ്? 7/15 ആണ്. We have seen some pairs of fractions which add up to 1. We can rewrite them as subtraction. ഇനി നമ്മൾ നേരത്തെ ചില പെയേഴ്സ് അതിൻ്റെ സമ്മ് 1 വരുന്നത് കണ്ടല്ലോ. അത് 1/2 + 1/2 = 1, 1/3 + 2/3 = 1, 1/4 + 3/4 = 1, 1/5 + 4/5 = 1, 2/5 + 3/5 = 1. ഇതൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. ഇനി ഇതുപോലെ തന്നെ ഡിഫറൻസ് 1ൽ നിന്ന് ഏത് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന രീതിക്ക് ഡിഫറൻസും എഴുതാം. അതായത് 1 - 1/2 എന്ന് വെച്ചാൽ 1/2 ആണ് ആൻസർ. 1 - 1/3 എന്ന് വെച്ചാൽ 2/3. 1 - 1/4 = 3/4. 1 - 1/5 = 4/5. 1 - 2/5 = 3/5. 1 - 2/3 = 1/3. 1 - 3/4 = 1/4. 1 - 4/5 = 1/5. 1 - 3/5 = 2/5. അതായത് ഇവിടെ വരുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ഫ്രാക്ഷനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിനോമിനേറ്റർ ഏതാണോ അത് തന്നെ നമുക്ക് ന്യൂമറേറ്ററിൽ വരുന്ന രീതിക്ക് കിട്ടണം. ഏത് സംഖ്യ വെച്ച് നമ്മൾ ആഡ് ചെയ്യുമ്പോഴാണ് ന്യൂമറേറ്ററിൽ ആ ഡിനോമിനേറ്ററിൻ്റെ സംഖ്യ തന്നെ വരിക എന്ന് നോക്കണം. അപ്പോഴല്ലേ നമുക്ക് ആൻസർ 1 കിട്ടുള്ളൂ. സോ അതിനനുസരിച്ച് വേണം നമുക്ക് ആൻസർ കിട്ടാനായിട്ട്. അപ്പോൾ സിമ്പിളാണ് കേട്ടോ. നൗ ലുക്ക് അറ്റ് ദിസ് പ്രോബ്ലം. ഫ്രം 1 liter ഓഫ് മിൽക്ക് എ 1/4 liter വാസ് യൂസ്ഡ് അപ്പ്. ഹൗ മച്ച് മിൽക്ക് ഈസ് ലെഫ്റ്റ്? 1 ലിറ്റർ പാലിൽ നിന്ന് 1/4 ലിറ്റർ ഉപയോഗിച്ചു. അതായത് 1 - 1/4 ചെയ്യണം. അപ്പോൾ ബാക്കി എത്ര ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അതിൽ ക്വാർട്ടർ നമുക്ക് വേണമെങ്കിൽ മെൻ്റലി കാൽക്കുലേറ്റ് ചെയ്യാം. 1ൽ നിന്ന് 1/4 പോയാൽ 3/4 ആണ് ബാക്കി ഉണ്ടാവുക. അതായത് 3/4 ആണ് ബാക്കി ഉണ്ടാവുക. സബ്ട്രാക്ഷൻ്റെ ഫോമിലേക്ക് എഴുതുമ്പോൾ 1 - 1/4 = എന്ത് വരും? 3/4 + 1/4 ആണ് 1. സോ 3/4 ആണ് ആൻസർ. We can also do it like this. 1 - 1/4 = 4/4 - 1/4 = 4 - 1/4 = 3/4. Now see this picture. ഈ പിക്ചർ നോക്കൂ. ഒരു സർക്കിളിനെ 8 ഈക്വൽ പാർട്സ് ആക്കിയതിൽ 5 പാർട്സിന് കളർ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സർക്കിൾ ഈസ് കളേർഡ്? 5/8 പോർഷനാണ് കളർ ചെയ്തിരിക്കുന്നത്. വാട്ട് ഫ്രാക്ഷൻ റിമെയിൻസ് ടു ബി കളേർഡ്? ഇനി എത്ര പോർഷൻ കളർ ചെയ്യാനുണ്ട്? 1 - 5/8. അതായത് 3 പോർഷൻസ് കൂടെ ഉണ്ട്. സോ 3/8 പോർഷൻസ് ആണ് ഇനി കളർ ചെയ്യാനുള്ളത്. This we can also do as 1 - 5/8 = 5/8 നമ്മൾ ഡിനോമിനേറ്റർ തന്നെ ന്യൂമറേറ്ററിൽ വരുന്ന രീതിക്ക് എഴുതാം. 8/8 - 5/8 = 8 - 5/8 = 3/8. ഇനി മറ്റൊരു പ്രോബ്ലം നോക്കൂ. ഫ്രം എ 2.5 kilograms യാം 1.25 kilograms പീസ് ഈസ് കട്ട് ഓഫ്. വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ദ റിമൈനിങ് പീസ്? ഒരു ഒരു ചേനയുടെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 2.5 kilogram ആണ്. അതായത് 1/2 kilograms ആണ്. അതിൽ നിന്ന് 1/4 kilograms 1.25 kilograms മുറിച്ചു മാറ്റി. അതായത് 1/4 മുറിച്ചു മാറ്റി. ബാക്കി എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് മെൻ്റലി വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണത്? 1 kilogram കട്ട് ഓഫ് ഫ്രം 2 kilogram. 2ൽ നിന്ന് 1 kilogram പോയാൽ 1 kilogram ബാക്കിയുണ്ട്. ഇനി 1/4 kilogram 1/2 kilogramൽ നിന്ന് പോയാലോ 1/4 കൂടെ ഉണ്ട്. സോ റിമൈനിങ് എത്രയാണ്? 1/4 kilograms ആണെന്ന് നമുക്ക് മെൻ്റലി കാൽക്കുലേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 2 1/2 - 1 1/4 ആണ് കാണാനുള്ളത്. 2 1/2നെ നമുക്ക് 2 + 1/2 എന്ന് എഴുതാം. 1 1/4നെ 1 + 1/4 എന്ന് എഴുതാം. സോ 2 + 1/2 - 1 + 1/4. ഇതിൽ 2ഉം 1ഉം ആദ്യം നമുക്ക് ചെയ്യാം. 2 - 1 + 1/2 - 1/4. 2 - 1 1 ആണ്. പിന്നെ 1/2ൽ നിന്ന് 1/4 മൈനസ് ചെയ്യണം. അതായത് നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് 1 1/4 എന്ന് കിട്ടും. ആൻസർ കിട്ടും. സോ 1 + 1/4 = 1 1/4. വാട്ട് ഇഫ് വി ചേഞ്ച് ദ ക്ലോത്ത് പ്രോബ്ലം ഡൺ ഏർലിയർ ലൈക്ക് ദിസ്? ഇനി നമ്മൾ മുൻപ് ഒരു ക്ലോത്തിൻ്റെ ഒരു പ്രോബ്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനൂപിനും അച്ഛനും ഒരു ഷർട്ട് പീസ് വാങ്ങുന്ന ഒരു പ്രോബ്ലം അല്ലേ? അത് നമുക്ക് ഇതുപോലെ മാറ്റി എഴുതി നോക്കിയാലോ?
അതായത് 1.5 meters ഓഫ് ക്ലോത്ത് വാസ് ബ്രോട്ട് ഫോർ അനൂപ് ആൻഡ് 2.25 meters ഫോർ ഹിസ് ഫാദർ. ഹൗ മച്ച് മോർ വാസ് ബ്രോട്ട് ഫോർ ഫാദർ? അനൂപിന് വാങ്ങിയത് 1.5 meter ആണ്, അതായത് 1/2 ആണ്. അച്ഛന് വാങ്ങിയത് 2.25 ആണ്, അതായത് 2 1/4 ആണ്. അങ്ങനെയാണെങ്കിൽ അനൂപിന് വാങ്ങിയതിനേക്കാട്ടിലും എത്ര കൂടുതൽ അച്ഛന് വാങ്ങി? അപ്പോൾ നമ്മൾ 2 1/4 മൈനസ് 1 1/2 കാണേണ്ടി വരും അല്ലേ? മെൻ്റലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? 1/2 meter ആഡഡ് ടു 1.5 meters മേക്ക് 2 meters. Another quarter of a meter added makes 2.25 meters. Total added is half and quarter. അങ്ങനെ നമുക്ക് മെൻ്റലി പറയാം. അതായത് 2-ൽ നിന്ന് ആദ്യം 1 meter പോയി, പിന്നെ ക്വാർട്ടറിൽ നിന്ന് ഹാഫ് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ 1-ൽ നിന്ന് ഒരു ക്വാർട്ടർ എടുത്തിട്ട് അതിൽ നിന്ന് ഹാഫ് കളഞ്ഞു. അപ്പോൾ നമുക്ക് ആൻസർ 3/4 എന്ന് വരും, 3/4 എന്ന് വരും. അതായത് നമുക്ക് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? 2 1/4 മൈനസ് 1 1/2 = 3/4. ഇതിൽ നിന്ന് റീസണിങ്ങിൽ എന്തൊക്കെ എത്താം നമുക്ക്? 2 എന്ന് പറയുന്നത് 1 1/2 പ്ലസ് 1/2 അങ്ങനെ നമുക്ക് ചെയ്യാം. അതുപോലെ 2 1/4 2 ക്വാർട്ടർ എന്നുള്ളതിന് നമുക്ക് 2 + 1/4 = 1 1/2 പ്ലസ് 1 1/2 പ്ലസ് 1/4 അങ്ങനെ നമുക്ക് ചെയ്യാം. അതുപോലെ 2 ക്വാർട്ടറിൽ നിന്ന് ആദ്യം 2 ക്വാർട്ടർ എന്ന് പറയുമ്പോൾ അതിലെ 1/2 പിന്നെ അതിലേക്ക് ഒരു 3 ക്വാർട്ടറും കൂടെ ആഡ് ചെയ്തത്, അതാണ് 1 1/2 പ്ലസ് 3/4. പിന്നെ അതുപോലെ 2 ക്വാർട്ടറിൽ നിന്ന് ഒരു 1/2 മൈനസ് ചെയ്താൽ 3 ക്വാർട്ടേഴ്സ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല രീതിക്ക് നമുക്കിത് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ക്വസ്റ്റ്യൻ 1, നതാഷ ഡ്രൂ എ സർക്കിൾ ആൻഡ് കളേർഡ് 5/12 ഓഫ് ഇറ്റ്. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സർക്കിൾ റിമെയിൻസ് ടു ബി കളേർഡ്? നതാഷ ഒരു സർക്കിൾ വരച്ചു, അതിലെ 12 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് അതിന് 5 പോർഷൻസിന് കളർ കൊടുത്തു. ഇനി എത്ര പോർഷൻസ് കളർ കൊടുക്കാൻ ബാക്കിയുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. കളേർഡ് പാർട്ട് എന്ന് പറയുന്നത് 5/12 ആണ്. അപ്പോൾ നോട്ട് കളേർഡ് പാർട്ട് എത്രയാണ്? 1 മൈനസ് 5/12, അല്ലെങ്കിൽ താഴെ ഡിനോമിനേറ്റർ എത്രയാണ്? 12 അല്ലേ? 5ലേക്ക് എത്ര ആഡ് ചെയ്താലാണ് 12 ആവുക? 7 കൂടെ ആഡ് ചെയ്താൽ അല്ലേ? സോ ഇനി കളർ ചെയ്യാനുള്ള പാർട്ട് എന്ന് പറയുന്നത് 7/12 ആണ്. ക്വസ്റ്റ്യൻ 2, എ ബക്കറ്റ് ക്യാൻ ഹോൾഡ് 10 liters ഓഫ് വാട്ടർ ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് 3/4 liters. ഹൗ മച്ച് മോർ ഈസ് നീഡഡ് ടു ഫിൽ ഇറ്റ്? ഒരു ബക്കറ്റിൽ 10 ലിറ്റർ വെള്ളം കൊള്ളും, അതിലിപ്പോൾ 3/4 3.25 ലിറ്റർ വെള്ളം അതിലുണ്ട്. ഇനി എത്ര വെള്ളം കൂടെ നിറച്ചാൽ അത് ഫുള്ളാവും എന്നാണ് ക്വസ്റ്റ്യൻ. മെൻ്റലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 3/4 ആണ്, സോ 4 ആവണമെങ്കിൽ ഒരു 1/4 കൂടെ വേണം, പിന്നെ ബാക്കി 6 1/4 ആണ് ആൻസർ എന്ന് മെൻ്റലി കാൽക്കുലേറ്റ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം? എമൗണ്ട് ഓഫ് വാട്ടർ ബക്കറ്റ് ക്യാൻ ഹോൾഡ്, ബക്കറ്റിൽ കൊള്ളുന്ന വെള്ളം 10 ലിറ്റർ ആണ്, പിന്നെ അതിലിപ്പോൾ ഉള്ള വെള്ളം 3/4 ആണ്. അങ്ങനെയാണെങ്കിൽ മോർ ടു ഫിൽ എത്ര കൂടെ വേണം? ഇനി 10 മൈനസ് 3/4. 10-ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ 7 ആണ്, പിന്നെ 7-ൽ നിന്ന് ഒരു 3/4 കൂടെ മൈനസ് ചെയ്യണം. 7-ൽ നിന്ന് നമ്മളൊരു 3/4 മൈനസ് ചെയ്താൽ 6 1/4 ആണ് ആൻസർ. Question 3, from a string 1 and 3/4 of a meter long, a piece half a meter long is cut off. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ റിമൈനിങ് പീസ്? ഒരു ചരട്, അതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 1 3/4 ആണ്, അതായത് 1 3/4 മീറ്റർ ആണ്. അതിൽ നിന്ന് 1/2 മീറ്റർ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. അങ്ങനെയാണെങ്കിൽ ഇനി ബാക്കി എത്ര ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ലെങ്ത് ഓഫ് സ്ട്രിങ് എന്ന് പറയുന്നത് 1 3/4 മീറ്റർ ആണ്. അതിൽ കട്ട് ഓഫ് ചെയ്ത പീസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1/2 മീറ്റർ ആണ്. അപ്പോൾ ഇനി റിമൈനിങ് എത്ര ഉണ്ടാവും? 1 3/4 മൈനസ് 1/2 ആണ് കാണേണ്ടത്. ഇതിൽ നമുക്ക് ആദ്യം 1-ൽ നിന്ന് ഈ ഹാഫ് അങ്ങോട്ട് മൈനസ് ചെയ്യാം. 1 1/2 എന്ന് പറഞ്ഞാൽ 1/2 തന്നെയാണ്. 1-ൽ നിന്ന് ഹാഫ് പോയാൽ ബാക്കി ഹാഫ് പ്ലസ് 3/4. സോ 1/2 പ്ലസ് 3/4 ആണ് ഇനി കാണേണ്ടത്. 1/2-വിനെ നമ്മൾ ഡിനോമിനേറ്റർ 4 ആക്കി മാറ്റുന്നു. അപ്പോൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 2/4 ആവും. 2/4 പ്ലസ് 3/4 വിച്ച് ഈസ് ഈക്വൽ ടു 2 + 3 5 ആണ്, 5/4 ആണ്. ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രാക്ഷൻ മാറ്റി എഴുതാം. 5/4-നെ 4 + 1 എന്ന് എഴുതി ഡിവൈഡഡ് ബൈ 4/4 പ്ലസ് 1/4 വിച്ച് ഈസ് ഈക്വൽ ടു 1 1/4 മീറ്റർ ആണ്. ഇനി ക്വസ്റ്റ്യൻ 4, എ പഞ്ചായത്ത് കൺസ്ട്രക്റ്റഡ് എ ന്യൂ റോഡ് 14 3/4 kilometers long last year. This year a road 16 1/4 kilometers long was constructed. How much more was constructed this year? പഞ്ചായത്ത് കഴിഞ്ഞ വർഷം ഒരു 14 3/4 കിലോമീറ്റേഴ്സ് നീളത്തിൽ റോഡ് എന്ത് ചെയ്തു? നിർമ്മിച്ചു. ഈ വർഷം 16 1/4 കിലോമീറ്ററിലാണ് നീളത്തിലാണ് റോഡ് നിർമ്മിച്ചത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാളും എത്ര കൂടുതൽ ഈ വർഷം നിർമ്മിച്ചു എന്നാണ് ക്വസ്റ്റ്യൻ. കൺസ്ട്രക്റ്റഡ് ഇൻ ദ ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം നിർമ്മിച്ചത് 14 3/4 കിലോമീറ്റർ ആണ്. ഈ വർഷം നിർമ്മിച്ചത് 16 1/4 കിലോമീറ്റർ ആണ്. ദെൻ ഹൗ മച്ച് മോർ, എത്ര കൂടുതലാണ് അത് കാണാൻ 16 1/4-ൽ നിന്ന് 14 3/4 മൈനസ് ചെയ്താൽ മതി.
സിമ്പിൾ അല്ലേ മക്കളെ? നമുക്ക് 16 1/4നെ 16 + 1/4 എന്നും 14 3/4നെ 14 + 3/4 എന്നും എഴുതാം. ഇതിലെ നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ടുള്ള 16ഉം 4ഉം 14 നമുക്ക് ആദ്യം മൈനസ് ചെയ്യാം. 16 - 14 + 1/4 - 3/4. 16 - 14 2 ആണ്. 2 + 1/4 - 3/4. ഇവിടെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 1/4ൽ നിന്ന് 3/4 മൈനസ് ചെയ്യാൻ പറ്റില്ല അല്ലേ? കാൽഭാഗത്തിൽ നിന്ന് നമുക്ക് മുക്കാൽ ഭാഗം മൈനസ് ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം 3/4 1/4നെക്കാട്ടിലും വലിയ സംഖ്യയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ കിട്ടിയിട്ടുള്ള 2വിൽ നിന്ന് ആദ്യം 3/4 മൈനസ് ചെയ്യാം. 2 - 3/4. 2 - 3/4 എന്ന് വെച്ചാൽ 1 1/4 ആണ്. പ്ലസ് 1/4. 1 1/4 പ്ലസ് 1/4. 1/4 പ്ലസ് 1/4 2/4 ആണ്. സോ 1 2/4. 2/4 എന്ന് വെച്ചാൽ എന്താണ്? 1/2 അല്ലേ? 1 1/2 കിലോമീറ്റേഴ്സ് ആണ്. അതായത് 1.5 കിലോമീറ്റർ അധികമാണ് ഈ വർഷം നിർമ്മിച്ച റോഡ്. ഇനി ഇതിലെ 5th ക്വസ്റ്റ്യൻ. ആശാദേവ് bought 20 meters of string. He cut off piece 5 3/4 meters long first and then a piece 6 1/2 meters long later. What is the length of string left? ആശാദേവ് ആദ്യം ഒരു 20 മീറ്റർ നീളമുള്ളൊരു സ്ട്രിങ് വാങ്ങി. അതിൽ നിന്ന് ആദ്യം 5 3/4 മീറ്റർ കട്ട് ചെയ്ത് ഒഴിവാക്കി. രണ്ടാമതായിട്ട് 6 1/2 മീറ്റർ 6.5 മീറ്റർ ഒരു ലെങ്ത് ഉള്ള വയർ ചരട് കട്ട് ചെയ്ത് ഒഴിവാക്കി. ബാക്കി ഇനി ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. സിമ്പിളാണ് മക്കളെ. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 20 മീറ്റേഴ്സ് ആയിരുന്നു. അതിൽ ഫസ്റ്റ് കട്ട് ചെയ്ത പീസിൻ്റെ ലെങ്ത്ത് 5 3/4 മീറ്റർ ആണ്. സെക്കൻഡ് കട്ട് ചെയ്ത പീസിൻ്റെ ലെങ്ത്ത് 6 1/2 മീറ്റർ ആണ്. സോ ടോട്ടൽ എത്ര ലെങ്ത്തിൽ കട്ട് ചെയ്ത് ഒഴിവാക്കി? 5 3/4 പ്ലസ് 6 1/2 ചെയ്ത് നോക്കിയാൽ പോരെ ടോട്ടൽ കട്ട് ചെയ്തത് കാണാനായിട്ട്? 5 3/4നെ നമുക്ക് 5 + 3/4 എന്നും 6 1/2നെ 6 + 1/2 എന്ന് എഴുതാം. 5 + 6 ആദ്യം ചെയ്യുക. പ്ലസ് 3/4 + 1/2. 5 + 6 11 ആണ്. പിന്നെ 3/4 + 1/2നെ നമുക്ക് ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കാം. അതിന് 1/2നെ നമ്മൾ എന്ത് ചെയ്യുക? 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 2/4 എന്ന് വരും. അപ്പോൾ 11 + 3/4 + 2/4. 2/4 + 3/4 എന്ന് വെച്ചാൽ എന്താണ്? 5/4 ആണ്. സോ 11 + 5/4. ഇതിൽ 5/4നെ നമുക്ക് വേണമെങ്കിൽ മാറ്റി എഴുതാം. 5/4നെ 4 + 1/4 എന്ന് എഴുതാം. അതായത് 4/4 + 1/4. സോ 11 + 1 + 1/4. 11 + 1 12 ആണ്. 12 1/4 മീറ്റർ ആണ് ഇപ്പോൾ എന്താണ് ടോട്ടൽ മുറിച്ചു മാറ്റിയ ചരടിൻ്റെ നീളം എന്ന് പറയുന്നത്. ഇനി ഇതിൽ എത്ര ചരട് റിമൈനിങ് ഉണ്ടെന്ന് കാണണം. അപ്പോൾ ടോട്ടൽ ഉണ്ടായിരുന്ന ലെങ്ത്ത് 20 മീറ്റർ ആയിരുന്നു. അതിൽ 12 1/4 മീറ്റർ ടോട്ടൽ കട്ട് ഓഫ് ചെയ്ത് മാറ്റി. അപ്പോൾ നമുക്ക് 20 - 12 1/4 ചെയ്താൽ മതി. 20ൽ നിന്ന് 12 മൈനസ് ചെയ്താൽ 8 ആണ്. 8 - 1/4. 8ൽ നിന്ന് കാൽഭാഗം പോയാൽ പിന്നെ 7 3/4 7.25 മീറ്റർ ആണ് ബാക്കിയുള്ളത്. ഇനി ഇതിലെ 6th ക്വസ്റ്റ്യൻ. The Milk Society got 75 1/4 liters in the morning and 55 1/2 liters in the evening. Of this, 85 3/4 liters of milk is sold. How much milk is left? മിൽക്ക് സൊസൈറ്റിയിലേക്ക് രാവിലെ 75 1/4 ലിറ്റർ മിൽക്കും വൈകുന്നേരം 55 1/2 ലിറ്റർ മിൽക്കും കിട്ടി. അതിൽ നിന്ന് 85 3/4 ലിറ്റർ മിൽക്ക് വിറ്റു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇനി ബാക്കി എത്ര പാലുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എങ്ങനെ ചെയ്യാം മക്കളെ? മിൽക്ക് ഗോട്ട് ഇൻ ദ മോർണിംഗ്. രാവിലെ കിട്ടിയ പാലെന്ന് പറയുന്നത് 75 ക്വാർട്ടർ ആണ്. അതായത് 75 1/4 ലിറ്റർ ആണ്. മിൽക്ക് ഗോട്ട് ഇൻ ദ ഈവനിങ്. വൈകുന്നേരം കിട്ടിയത് 55 1/2 ലിറ്റർ ആണ്. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടി? ഈ 75 1/4ഉം 55 1/2ഉം കൂടെ ആഡ് ചെയ്യാം. 75 + 1/4 + 55 + 1/2. 75 + 55 ആദ്യം ചെയ്യുക. പ്ലസ് 1/4 + 1/2. 75 + 55 = 130 ആണ്. പ്ലസ് 1/4 + 1/2. 130 + 1/4 + 1/2നെ നമുക്ക് രണ്ട് ഭാഗത്തും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 2/4 എന്നാവും. അങ്ങനെ ഡിനോമിനേറ്റർ നമ്മൾ ഈക്വൽ ആക്കി. സോ 1/3 + 1/4 + 2/4 എന്ന് വെച്ചാൽ 3/4 ആണ്. 3/4 130 3/4 ലിറ്റർ ആണ് ടോട്ടൽ ഉള്ളത്. ടോട്ടൽ കിട്ടിയത്. ഇനി നമുക്ക് റിമൈനിങ് കണ്ടുപിടിക്കണം. ഇനി സോൾഡ് മിൽക്ക് വിറ്റ പാലെന്ന് പറയുന്നത് 85 3/4 ലിറ്റർ ആണ്. അപ്പോൾ ബാക്കിയുള്ളത് എത്രയായിരിക്കും? ഈ ടോട്ടൽ 130 3/4ൽ നിന്ന് വിറ്റ പാല് കുറച്ചാൽ മതി. 85 3/4 കുറയ്ക്കുക. 130 - 85 ചെയ്താൽ 100 അതാദ്യം നമുക്ക് ചെയ്യാം. പിന്നെ 3/4 - 3/4 അതും ചെയ്യുക. 3/4 - 3/4 എന്ന് വെച്ചാൽ 0 ആണ് അല്ലേ? മുക്കാലിൽ നിന്ന് മുക്കാൽ മുഴുവനായിട്ട് പോയാൽ 0 ആണ്. സോ 130 - 85 which is equal to 45 ലിറ്റർ ആണ് ഇനി ബാക്കിയുള്ളത്. ലാർജ് ആൻഡ് സ്മോൾ വിച്ച് ഈസ് ലാർജർ 2/5 or 3/5? 2/5 3/5 ഈ രണ്ട് ഫ്രാക്ഷൻസിൽ ഏതാണ് ലാർജ്?
നമുക്ക് പെട്ടെന്ന് ഡിസൈഡ് ചെയ്യാം. കാരണം എന്താ, ഒരു സർക്കിളിന് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കേക്ക് കിട്ടി, ആ കേക്കിന് 5 ഈക്വൽ പാർട്സ് ആക്കി അതിൽ 2 പീസ് കിട്ടുന്നതാണോ 3 പീസ് കിട്ടുന്നതാണോ കൂടുതലെന്ന് ചോദിച്ചാൽ നമുക്ക് ഡൗട്ടില്ലാതെ പറയാം 3 പീസ് കിട്ടുന്നതാണ്. സോ 3/5 ആണ് ലാർജർ അല്ലേ. 2/5 is 2 parts of 5 equal parts taken together. To get 3/5 we must take 3 such parts together. Thus the number 2/5 is less than the number 3/5. അതുകൊണ്ട് 2/5 എന്നുള്ളത് 3/5നേക്കാട്ടിലും ചെറുതാണെന്ന് നമുക്ക് പറയാം. അത് നമുക്ക് ഈ സിമ്പിൾ ഉപയോഗിച്ച് എങ്ങനെ എഴുതാം നോക്കൂ മക്കളെ. 2/5 ലെസ് ദാൻ 3/5. ഇവിടെ ചെറുത് എന്നുള്ള സംഖ്യ, ചെറിയ സംഖ്യ ഏതാണോ ആ സംഖ്യയ്ക്ക് നേരെ വായ അടഞ്ഞിരിക്കുന്ന ആ ഭാഗം, ആ സിമ്പൽ കണ്ടാൽ നമുക്ക് ഇങ്ങനെ വായ തുറന്നിരിക്കുന്ന പോലെ തോന്നുന്നില്ലേ. അപ്പോൾ വായ അടഞ്ഞിരിക്കുന്ന ഭാഗം ചെറിയ സംഖ്യ, വായ തുറന്നിരിക്കുന്ന ഭാഗം വലിയ സംഖ്യ, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. നമ്മളുടെ വായ വലുതായി തുറക്കുമ്പോഴല്ലേ അത് വലുതാവുന്നത്. വായ നന്നായിട്ട് തുറക്കുമ്പോഴല്ലേ അത് വലുതാവുന്നത്. സോ അങ്ങനെ വായ തുറന്നിരിക്കുന്ന ഭാഗമാണ് വലിയ സംഖ്യ. അതാലോചിച്ച് വെച്ചാൽ മതിയേ. ഓൺ ദി അതർ ഹാൻഡ് 3/5 ഈസ് ഗ്രേറ്റർ ദാൻ 2/5. മറ്റൊരു രീതിയിൽ അങ്ങനെ പറയാം, 3/5 ആണ് 2/5നേക്കാട്ടിലും വലുതെന്ന് പറയാം. ദിസ് വി റൈറ്റ് ഇൻ ഷോർട്ട് ഹാൻഡ് ആസ് 3/5 ഗ്രേറ്റർ ദാൻ 2/5. Similarly, which of 3/8 and 5/8 smaller and which is larger? ഇനി 3/8 5/8 ഈ രണ്ട് ഫ്രാക്ഷൻസിൽ ഏതാണ് സ്മോളർ ഏതാണ് ലാർജർ? നമുക്കറിയാം, ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു സർക്കിളിനെ 8 ഈക്വൽ പാർട്സ് ആക്കിയതിൽ 3 പാർട്സ് ആണോ 5 പാർട്സ് ആണോ എടുക്കുമ്പോൾ വലുതാവുക? 5 പാർട്സ് ആണല്ലേ. സോ 5/8 ആണ് 3/8നേക്കാട്ടിലും ലാർജർ. 3/8 ആണ് 5/8നേക്കാളും സ്മോളർ. ഹൗ ഡു വി റൈറ്റ് ദീസ് ഇൻ ഷോർട്ട് ആൻഡ്? ഇനി നമുക്കിത് എങ്ങനെ എഴുതാം മക്കളെ? സിമ്പിളാണ്. 3/8 ഈസ് ലെസ് ദാൻ 5/8. In general, we can say this: of two fractions with the same denominator, the one with larger numerator is the larger and the one with smaller numerator is the smaller. അപ്പോൾ പൊതുവായിട്ട് നമുക്ക് എങ്ങനെ പറയാം മക്കളെ? രണ്ട് ഫ്രാക്ഷൻസ് എടുത്തു. ഈ രണ്ട് ഫ്രാക്ഷൻസിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. അങ്ങനെ ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ള ഫ്രാക്ഷൻസിൽ ഏതാണ് വലുത് എങ്ങനെ കണ്ടുപിടിക്കാം? ന്യൂമറേറ്റർ ഏതാണോ വലുത് അതാണ് വലിയ ഫ്രാക്ഷൻ, ഏതാണോ ന്യൂമറേറ്റർ ചെറുത് അതാണ് ചെറിയ ഫ്രാക്ഷൻ. ഇൻ അതർ വേർഡ്സ്, ബൈ ഇൻക്രീസിങ് ദ ന്യൂമറേറ്റർ അലോൺ മേക്സ് എ ഫ്രാക്ഷൻ ലാർജർ. ഇനി മറ്റൊരു രീതിക്ക് നമുക്ക് എങ്ങനെ പറയാം? ഡിനോമിനേറ്റർ സെയിം ആണ്, ന്യൂമറേറ്ററിൻ്റെ വാല്യൂ നമ്മളിങ്ങനെ കൂട്ടി വരുന്നതിനനുസരിച്ച് സംഖ്യയുടെ വാല്യൂ അല്ലെങ്കിൽ ഫ്രാക്ഷൻ്റെ വാല്യൂവും കൂടി വരും. അതായത് 1/5 ഈസ് ലെസ് ദാൻ 2/5, 2/5 ഈസ് ലെസ് ദാൻ 3/5, ലെസ് ദാൻ 4/5. ഈ 4 ഫ്രാക്ഷൻസിൽ ഏറ്റവും വലിയ സംഖ്യ ഗ്രേറ്റർ എന്ന് പറയുന്നത് 4/5 ആണ്. ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ 1/5 ആണ്. ഓൺ ദ അതർ ഹാൻഡ്, വാട്ട് ഹാപ്പൻസ് ഇഫ് ദ ഡിനോമിനേറ്റർ അലോൺ ഈസ് ഇൻക്രീസ്ഡ്? ഇനി മറ്റൊരു രീതിക്ക്, അതായത് ന്യൂമറേറ്റർ മാറ്റമുണ്ട്, ന്യൂമറേറ്റർ മാറ്റമില്ല, ന്യൂമറേറ്റർ സെയിം ആണ്, ഡിനോമിനേറ്റർ മാത്രം മാറിയാൽ എന്ത് സംഭവിക്കും? ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് ടേക്ക് 3/4 ആൻഡ് 3/5. എക്സാമ്പിൾ ആയിട്ട് 3/4 3/5 ഇതിൽ രണ്ടിലും ന്യൂമറേറ്റർ സെയിം ആണ്, ഡിനോമിനേറ്റർ മാറ്റം ഉണ്ടല്ലേ. അതായത് ആദ്യത്തേത് 4 ഈക്വൽ പാർട്സ് ആക്കിയതിൽ 3 പാർട്സ് കിട്ടി. അതുപോലെ രണ്ടാമത്തേത് 5 ഈക്വൽ പാർട്സ് ആക്കിയതിൽ 3 പാർട്സ് കിട്ടി. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്കൊരു കേക്ക് അതിനെ 4 കഷ്ണമാക്കിയിട്ട് അതിൽ നിന്നൊരു കഷ്ണം കിട്ടുന്നതാണോ 5 കഷ്ണമാക്കിയിട്ട് അതിൽ നിന്നൊരു കഷ്ണം കിട്ടുന്നതാണോ വലുത്? സ്വാഭാവികമായിട്ടും 4 കഷ്ണമാക്കിയിട്ട് ഒരു കഷ്ണം കിട്ടുന്നതായിരിക്കും അല്ലേ. സോ ഡിനോമിനേറ്റർ ഡിഫറൻറ്റും ന്യൂമറേറ്റർ സെയിമും ആണെങ്കിൽ അതിൽ ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്റർ ഏതാണോ ചെറുത് ആ സംഖ്യയാണ് വലിയ സംഖ്യ. അതാണ് നമുക്കിവിടെ പിക്ചറിൽ തന്നിട്ടുള്ളത്. സോ 3 ഓഫ് ദ ഫസ്റ്റ് കൈൻഡ് ഓഫ് പീസസ് ടേക്കൻ ടുഗെദർ ഈസ് ലാർജർ ദാൻ 3 ഓഫ് ദ സെക്കൻഡ് കൈൻഡ് ഓഫ് പീസസ്. നമുക്ക് ചിത്രം കണ്ടാൽ തന്നെ അറിയാം, 5 ഈക്വൽ പാർട്സ് ആക്കിയതിൽ 3 പീസ് എടുത്തതാണ് അല്ലേ കുറച്ചുകൂടെ 4 ഈക്വൽ പാർട്സ് ആക്കിയതിൽ 3 പീസ് എടുത്തതാണ് അല്ലേ കുറച്ചുകൂടെ വലുത്. ദിസ് മീൻസ് 3/4 ഈസ് ഗ്രേറ്റർ ദാൻ 3/5. വാട്ട് ക്യാൻ വി സേ ഇൻ ജനറൽ? Of two fractions with the same numerator, the one with larger denominator is the smaller and the one with smaller denominator is the larger. ജനറൽ ആയിട്ട് നമുക്ക് എങ്ങനെ പറയാം? രണ്ട് ഫ്രാക്ഷൻസ് എടുത്തു, അതിൻ്റെ ന്യൂമറേറ്റർ സെയിം ആണ്, ഡിനോമിനേറ്റർ മാറ്റമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്റർ ഏതാണോ ചെറുത് ആ നമ്പറാണ് വലുത്, ഡിനോമിനേറ്റർ ഏതാണോ വലുത് ആ സംഖ്യയാണ് ചെറുത്. വി ക്യാൻ സേ ഇറ്റ് ലൈക്ക് ദിസ്: ഇഫ് ദ ഡിനോമിനേറ്റർ അലോൺ ഓഫ് എ ഫ്രാക്ഷൻ ഈസ് ഇൻക്രീസ്ഡ്, ദ ഫ്രാക്ഷൻ ബിക്കം സ്മോളർ. ഫോർ എക്സാമ്പിൾ നോക്കൂ, ഡിനോമിനേറ്റർ നമുക്ക് മറ്റൊരു രീതിക്ക് പറയാം. ഒരു സംഖ്യ എടുത്തു, കുറച്ച് സംഖ്യകൾ, അതിൽ ന്യൂമറേറ്റർ ഒക്കെ സെയിം ആണ്, ഡിനോമിനേറ്റർ കൂടുന്നതിനനുസരിച്ച് സംഖ്യയുടെ വാല്യൂ കുറഞ്ഞു വരും. എക്സാമ്പിൾ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 5/6 ഈസ് ഗ്രേറ്റർ ദാൻ 5/7, ഈസ് ഗ്രേറ്റർ ദാൻ 5/8, ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 5/9. തന്നിരിക്കുന്ന 4 സംഖ്യകളിൽ 4 ഫ്രാക്ഷൻസിൽ 5/9 ആണ് ഏറ്റവും ചെറുത്, 5/6 ആണ് ഏറ്റവും വലുത്.
To compare two fractions with the same denominator, we need only compare the numerators. To compare two fractions with the same numerator, we need only compare the denominators. അപ്പോൾ എങ്ങനെ പറയാൻ മക്കളെ, നമുക്ക് രണ്ട് ഫ്രാക്ഷൻസ് തന്നു, അതിൽ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ ഏതാണോ വലുത് അതാണ് വലിയ സംഖ്യ. ന്യൂമറേറ്റർ സെയിം ആണെങ്കിൽ ഡിനോമിനേറ്റർ ഏതാണോ ചെറുത് അതാണ് വലിയ സംഖ്യ. വാട്ട് ഇഫ് ബോത്ത് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ആർ ഡിഫറെൻറ്റ്? ഇനി ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വ്യത്യസ്തമാണെങ്കിൽ എന്തായിരിക്കും? ഫോർ എക്സാമ്പിൾ, വിച്ച് ഓഫ് 1/2 ആൻഡ് 2/3 ഈസ് ലാർജർ? എക്സാമ്പിൾ ആയിട്ട് 1/2 ആണോ 2/3 ആണോ ലാർജർ? അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സമ്മും സബ്ട്രാക്ഷനും ഒക്കെ ചെയ്തതുപോലെ തന്നെ ഡിനോമിനേറ്റേഴ്സ് ആദ്യം സെയിം ആക്കുക. കണ്ടോ, 1/2നെ നമുക്ക് 3/6 എന്നും 2/3നെ നമുക്ക് 4/6 എന്നും എഴുതാം. സോ ഇപ്പോൾ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയി. 3/6 ആണോ 4/6 ആണോ വലുതെന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ പറയാം? 4/6 ആണല്ലേ. സോ 4/6 ഈസ് ലാർജർ ദാൻ 3/6. അപ്പോൾ 1/2 ഈസ് ലെസ് ദാൻ 2/3, അല്ലെങ്കിൽ 2/3 ഈസ് ലാർജർ ദാൻ 1/2. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ 1, ഫൈൻഡ് ദ ലാർജർ ആൻഡ് സ്മോളർ ഓഫ് ഈച്ച് പെയർ ഓഫ് ഫ്രാക്ഷൻസ് ബിലോ ആൻഡ് റൈറ്റ് ദിസ് യൂസിങ് ദ സിമ്പിൾ ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ സിമ്പിൾ. ഏതാണ് തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിൽ വലുത് ചെറുതെന്ന് കണ്ടുപിടിക്കുക. അതിനെ ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ സിമ്പിൾ ഉപയോഗിച്ച് അടയാളപ്പെടുത്തുക. അതിൽ ആദ്യത്തേത് 2/5 3/5 സിമ്പിളാണ്. ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. സോ ന്യൂമറേറ്റർ ഏതാണോ വലുത് അതാണ് വലിയ സംഖ്യ. സോ 2/5 ഈസ് ലെസ് ദാൻ 3/5. രണ്ടാമത്തേത് 2/5 2/3. ഇവിടെ ന്യൂമറേറ്റേഴ്സ് സെയിം ആണ്, ഡിനോമിനേറ്റേഴ്സ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ ഏതാണോ ചെറുത് അതാണ് വലിയ സംഖ്യ. ദാറ്റ് ഈസ് 2/5 ഈസ് ലെസ് ദാൻ 2/3. ഇനി മൂന്നാമത്തേത് 2/5 3/4. ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഡിനോമിനേറ്ററെ രണ്ടും സെയിം ആക്കുക. അതിനായിട്ട് 2/5നെ നമുക്ക് ആദ്യം 3/4ൻ്റെ ന്യൂമറേറ്ററായ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2/5 എന്നുള്ളത് 8/20 എന്നാവും. ഇനി 3/4നെ 2/5ൻ്റെ ഡിനോമിനേറ്ററായ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3 × 5/4 × 5 ഈക്വൽ ടു 15/20 എന്നാവും. അതായത് 2/5 3/4 എന്നുള്ളത് 8/20 15/20 എന്നായി. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ 8 ആണോ 15 ആണോ ലാർജർ? 15 ആണല്ലേ. അതായത് 8/20 ഈസ് ലെസ് ദാൻ 15/20. ദാറ്റ് മീൻസ് 2/5 ഈസ് ലെസ് ദാൻ 3/4. ഇനി നാലാമത്തേത് 3/7 2/9. ഇവിടെയും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമുക്ക് ഡിഫറെൻ്റ് ആണ്. ഡിനോമിനേറ്റർ ആദ്യം നമുക്ക് സെയിം ആക്കാം. 3/7നെ നമുക്ക് 2/9ൻ്റെ 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 9/7 × 9 ഈക്വൽ ടു 27/63. ഇനി 2/9നെ 3/7ൻ്റെ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2 × 7/9 × 7 അതായത് 14/63. ഇപ്പോൾ ഡിനോമിനേറ്റേഴ്സ് രണ്ടും സെയിം ആയി. അപ്പോൾ 3/7 2/9 എന്നുള്ളതിനെ നമുക്ക് 27/63 14/63 എന്ന് എഴുതാം. ഇതിൽ 27/63 ആണല്ലേ ഗ്രേറ്റർ ദാൻ 14/63. സോ 3/7 ഈസ് ഗ്രേറ്റർ ദാൻ 2/9. അവസാനത്തേത് 2/7ഉം 3/8ഉം ആണ്. ഇവിടെയും നമുക്ക് ഡിനോമിനേറ്റേഴ്സ് ആദ്യം സെയിം ആക്കണം. 2/7നെ നമ്മൾ 3/8ൻ്റെ ഡിനോമിനേറ്ററായ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് 2 × 8/7 × 8 ഈക്വൽ ടു 16/56 ആണ്. പിന്നെ 3/8നെ നമ്മൾ 2/7ൻ്റെ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 × 7/8 × 7 ഈക്വൽ ടു 21/56 ആണ്. അപ്പോൾ 2/7 3/8 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 16/56 21/56 എന്ന് മാറ്റി എഴുതാം. ഇതിൽ 21 ആണ് larger. So 21/56 is larger than 16/56. So 3/8 is larger than 2/7. ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. അറേഞ്ച് ഈച്ച് ട്രിപ്പിൾ ഓഫ് ഫ്രാക്ഷൻസ് ബിലോ ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ ലാർജസ്റ്റ് ആൻഡ് റൈറ്റ് ഇറ്റ് യൂസിങ് ദ സിമ്പിൾ സ്മോളർ ദാൻ സിമ്പിൾ. 3 ഫ്രാക്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ ഏതാണ് വലുത്, ഏതാണ് ഏറ്റവും ചെറുത്, ഏതാണ് മിഡിലുള്ളതെന്ന് കണ്ടുപിടിക്കുക. അതിൽ ഏറ്റവും ചെറുത് ആദ്യം എഴുതുക, പിന്നെ അതിനേക്കാട്ടിൽ വലുത്, പിന്നെ ഏറ്റവും വലുത്. ആ രീതിക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ 2/5 3/4 3/5 മൂന്നെണ്ണമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് രണ്ടെണ്ണം വീതം എടുത്ത് സെറ്റുകളാക്കിയിട്ട് അതിലേതാണ് വലുത് അതിലേതാണ് ചെറുതെന്ന് ആദ്യം കണ്ടുപിടിക്കണം. പിന്നെ അടുത്ത രണ്ടെണ്ണം അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം 2/5ഉം 3/5ഉം എടുക്കാം. കാരണം അതിൻ്റെ രണ്ടിൻ്റെയും ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. അപ്പോൾ ന്യൂമറേറ്റർ ഏതാണോ വലുത് അതാണ് വലിയ സംഖ്യ. സോ 3/5 ആണ് വലുത്. 3/5 ഗ്രേറ്റർ ദാൻ 2/5 അല്ലെങ്കിൽ 2/5 ലെസ് ദാൻ 3/5 അങ്ങനെ എഴുതാം. പിന്നെ അടുത്തത് 3/5 3/4. ഇവിടെ ന്യൂമറേറ്റേഴ്സ് സെയിം ആണ്. സോ ഡിനോമിനേറ്റർ ഏതാണോ ചെറുത് അതാണ് വലിയ സംഖ്യ. അപ്പോൾ ഇവിടെ 3/4 ആണ് 3/5നേക്കാൾ വലുത്. അപ്പോൾ 2/5 ആണ് ഏറ്റവും ചെറുത്, പിന്നെ അതിനേക്കാൾ വലുത് 3/5, അതിനേക്കാൾ വലുത് 3/4. 2/5 ലെസ് ദാൻ 3/5 ലെസ് ദാൻ 3/4. ഓക്കെ.
രണ്ടാമത്തെ സെറ്റ് 3/7, 2/9, 2/7. ഇതിലാദ്യം നമുക്ക് 3/7ഉം 2/7ഉം എടുക്കാം. അത് ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. അതുകൊണ്ട് ന്യൂമറേറ്റർ ഏതാണോ വലുത് അതാണ് വലിയ നമ്പർ. സോ 3/7 ഈസ് ഗ്രേറ്റർ ദാൻ 2/7 എന്ന് എഴുതാം. പിന്നെ അടുത്തത് 2/9, 2/7. ഇവിടെ ന്യൂമറേറ്റേഴ്സ് സെയിം ആണ്. സോ ഡിനോമിനേറ്റർ ഏതാണോ ചെറുത് അതാണ് വലിയ സംഖ്യ. അപ്പോൾ ഡിനോമിനേറ്റർ ചെറുത് വരുന്നത് 2/7 ആണ്. 2/7 ഈസ് ഗ്രേറ്റർ ദാൻ 2/9. അപ്പോൾ ഏറ്റവും ചെറുത് 2/9 ആണ്. പിന്നെ അതിലേറെ വലുത് 2/7, അതിലേറെ വലുത് 3/7. സോ 2/9 ലെസ് ദാൻ 2/7 ലെസ് ദാൻ 3/7 എന്നാണ് വരുന്നത്. ഇതിൽ മൂന്നാമത്തേത് 1/2, 1/3, 2/3. അത് നമുക്ക് 1/3ഉം 2/3ഉം നോക്കാം. 1/3 എന്ന് പറയുന്നത് രണ്ടിൻ്റെയും ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. സോ ന്യൂമറേറ്റർ വലുതായ 2/3 ആണ് 1/3യേക്കാൾ വലിയ സംഖ്യ. 1/3 ഈസ് ലെസ് ദാൻ 2/3. പിന്നെ 1/2ഉം 1/3ഉം നോക്കാം. അതിൽ ന്യൂമറേറ്റേഴ്സ് സെയിം ആണ്, ഡിനോമിനേറ്റേഴ്സ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ ഏതാണോ ചെറുത് അതാണ് വലിയ സംഖ്യ. അതായത് 1/2 ഗ്രേറ്റർ ദാൻ 1/3. സോ ടോട്ടൽ നമുക്ക് എങ്ങനെ എഴുതാം? 1/3 ലെസ് ദാൻ 1/2 ലെസ് ദാൻ 2/3. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനായിട്ടുള്ളത്. പാഠഭാഗവും പറഞ്ഞ കാര്യങ്ങളൊക്കെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ക്ലാസ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്